നമ്മുടെ സ്പെഷ്യൽ കുട്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവരൊരു ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയാൽ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യും. നിങ്ങളുടെ സാരി വെരി ഗുഡ്, ശരിയാ. അതൊരു ഫീമെയിൽ സൈക്കോളജിയാണ്. ദോശയും ഒരു ഉദാഹരണമാണ്. ദോശയും കറി ദോശയും കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഭർത്താവ് തിന്നുമ്പോൾ നമ്മളെന്തോ ചെയ്യും? വേറെ ജോലി നോക്കും. പ്രതീക്ഷിച്ച ഉത്തരം. നമ്മൾ വേറെ ജോലി നോക്കും. ഓക്കെ. അപ്പോൾ ഈ അപ്പച്ചനും അമ്മച്ചിയും കഷ്ടപ്പെടുകയാണ്. ഈ കുട്ടി എങ്ങനെ നോക്കണമെന്ന് അറിയാതെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയാൽ നിങ്ങൾ ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം. ഒറ്റയ്ക്കാണെങ്കിലും എനിക്ക് ഈശ്വരൻ തന്ന ഈ കുഞ്ഞിനെ ഏറ്റവും സ്പെഷ്യലായിട്ട് ഞാൻ കൂടെ നിന്ന് വളർത്തും എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം. സാധാരണ നിലയിൽ എനിക്ക് തോന്നുന്നു ജൂൺ അവസാനമൊക്കെ ആകുമ്പോൾ എല്ലാ വർഷവും നടത്തുന്നതാണ്. പക്ഷേ ഓരോരുത്തരുടെയും അസൗകര്യങ്ങൾ, പേരൻസിന് പല അസൗകര്യങ്ങൾ അങ്ങനെയൊക്കെ വെച്ചാണ് ഞങ്ങൾ ഇത്രയും നീട്ടിയത്. പിന്നെ ഇതിൻ്റെ കൂടെ സാധാരണ PTA മീറ്റിംഗ് ആയിട്ട് മാത്രമാണ് നടത്തുന്നത്. ഇന്ന് നമ്മൾ PTAയുടെ ഒരു തിരഞ്ഞെടുപ്പുമുണ്ട്. അത് കൂടാതെ ഒരു അവയർനെസ് ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്കൂളിൽ 3 മാസത്തിലൊരിക്കൽ ഒരു അവയർനെസ് പ്രോഗ്രാം നടത്തുക എന്നത് ഗവൺമെന്റിന്റെ ഒരു റൂളാണ്. അപ്പോൾ ആദ്യം ഒരു ചോദ്യത്തിൽ നിന്ന് അങ്ങ് തുടങ്ങാം. ഈ കുട്ടികളെ പഠിപ്പിച്ചെടുക്കാനാണോ കൂടുതൽ ബുദ്ധിമുട്ട്, അതോ മുതിർന്നവരെ പഠിപ്പിച്ചെടുക്കാനാണോ കൂടുതൽ ബുദ്ധിമുട്ട്? ആരെ? മുതിർന്നവരെ. അപ്പോൾ നമ്മളെ പഠിപ്പിക്കാനാണ് ബുദ്ധിമുട്ടല്ലേ? സാധാരണ എല്ലായിടത്തും ഉള്ള ഒരു ഇതാണ്. അതായത് ഈ ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോൾ ഇതുപോലുള്ള പാരൻസിൻ്റെ മീറ്റിങ്ങിന് ധാരാളം ക്ലാസ്സുകൾ ഞാൻ എടുക്കാൻ പോകാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഞാൻ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഈ പാരൻസ് പൊതുവേ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്. അതായത് ഇനി ഞങ്ങൾ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല, ഞങ്ങൾ അവിടെ പോയിരുന്നിട്ട് എന്താ പഠിക്കാണ്ടിരിക്കുന്നത്, എന്ത് പഠിച്ചാൽ ശരിയാകും, അല്ലെങ്കിൽ എന്താണ് ഇനി പഠിക്കേണ്ടത് എന്നൊരു ചിന്ത പൊതുവേ നമ്മുടെ പാരൻസിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കരുതൽ എന്നുള്ള ഒരു ടോപ്പിക്, അതായത് കരുതൽ, നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് ശരിയായിട്ടുള്ള ഒരു കരുതൽ കൊടുത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ പറയാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് മറ്റൊരു ചോദ്യം, ഈ കുട്ടികളെ വളർത്തുന്നത് എന്തിനാണ്? എന്തിനാണ് കുട്ടികളെ വളർത്തുന്നത്? രാവിലെ തന്നെ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ച് ഞങ്ങളുടെ മൂഡ് കളയാൻ പോകുന്നെന്ന് തോന്നുന്നേ. എന്തുകൊണ്ട് കുട്ടികളെ വളർത്തണം? എന്താണ് കുട്ടികളെ വളർത്തുന്നത്? എന്തിനാണ്? അടുത്ത തലമുറയ്ക്ക് വേണ്ടി. വേറെ നിങ്ങൾക്ക് എന്ത് ഉത്തരവും പറയാം. ഇപ്പം നമ്മുടെ കുട്ടികളായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് പറ ഉത്തരം പറഞ്ഞേനെ, എന്തെങ്കിലുമൊക്കെ ഉത്തരം പറയാമായിരുന്നു. അടുത്ത തലമുറയ്ക്ക് വേണ്ടി. വേറെ എന്തുകൊണ്ട് കുട്ടികളെ വളർത്തണം? മക്കൾ നമ്മളെ വളർത്തണം. അത് ശരിയാണ്. മക്കൾ ഭാവിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അതെ. വേറെ സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഇത് വേണം. വേറെ അവരുടെ വ്യക്തിത്വവും അതുപോലെ തന്നെ അവർ നന്മയിൽ വളരാനായിട്ട്. വേറെ എന്തെങ്കിലും? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേ ചോദ്യം ഞാനൊരു സ്കൂളിൽ മാതാപിതാക്കന്മാരുണ്ട്, കുട്ടികളുമുണ്ട്. ഇപ്പോൾ കുട്ടികളും മാതാപിതാക്കന്മാരും ഒരുമിച്ചിരിക്കുന്ന ക്ലാസ്സിലാണ് ഞാൻ ഈ സെയിം ചോദ്യം ചോദിച്ചത്. അപ്പോൾ പാരൻസ് ഏതാണ്ട് ഇതുപോലെ മിണ്ടാതിരുന്നു. അവർക്ക് എന്തോ ഉത്തരം പറയണമെന്ന് അറിയത്തില്ല, കാരണം കുട്ടികൾ മുമ്പിലിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പോയാൽ കൈവക്കി. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്കിൽ നീ ഉത്തരം പറയാൻ പറഞ്ഞു. കാരണം പാരൻസ് ഉത്തരം പറയാത്തതുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പുള്ളി കൈവക്കി. ഇപ്പം ഞാൻ പറഞ്ഞാൽ എങ്കിൽ മോൻ ഉത്തരം പറഞ്ഞോളാൻ പറഞ്ഞു. ഉടനെ അവൻ പറഞ്ഞു, സാറേ പ്രസവിച്ചു പോയി, ഇനി വളർത്തിയല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ട്. ഇതിപ്പോൾ പ്രസവിച്ചു പോയി, ഇനിയിപ്പോൾ വേറെ മാർഗ്ഗമില്ല, നമ്മൾ വളർത്തിയേ. അപ്പോൾ കുട്ടിയുടെ ഉത്തരം ഇതാണ്. കുട്ടികൾ ചിന്തിക്കുന്ന ഇതാണ്. ഇനി നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വയസ്സാകുമ്പോൾ
ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മുടെ കുട്ടികൾ നമുക്ക് തരണം എന്നുള്ള ഒരു ഉറപ്പോടുകൂടെയാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്നത്. അപ്പോൾ പ്രതീക്ഷയോടുകൂടെയാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്നത്. അപ്പോൾ ആ വളർത്തലിന് ഒരു ശരിയായിട്ടുള്ള ഒരു പാറ്റേൺ, ഒരു രീതി ഉണ്ടെങ്കിൽ നല്ലതാണ്. ശരിയായിട്ട് വളർത്തപ്പെടുമ്പോഴേ അത് ഈ കുട്ടികളെ വളർത്തൽ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അല്പം ഒരു സെൻസിറ്റീവാണ്. കുട്ടികളെ വളർത്തുന്നത് പോലെ ലോകത്തിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കഠിനതയേറിയ ജോലി ഏതെന്ന് ചോദിച്ചാൽ കുട്ടികളെ വളർത്തുന്നത് എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇതിനകത്തുള്ള ഒരു സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മനുഷ്യായുസ് കൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ അവരൊരു നല്ല നിലയിലെത്തുന്നു, അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പഠിക്കുന്നു. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിനൊരു ആണോ അല്ലയോ, മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ടാലും അതിനൊരു ഫലം ഉണ്ട് എന്നുള്ള ഒരു ചിന്തയിലോട്ട് നമ്മൾ പോകും. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കിളികളെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കിളിക്കൂടുകൾ, ഇനി നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ എങ്ങാനും കിളിക്കൂട് കാക്കക്കൂടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ കിളിയുടെ കൂടുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിൻ്റെ ഈ പുറം ഭാഗമൊക്കെ ഭയങ്കര കട്ടിയുള്ള ചില്ലകൾ കൊണ്ടായി. പുറം ഭാഗം അത് കൃത്യമായിട്ടൊരു പ്രത്യേക ഷെയ്പ്പിൽ അത് വച്ച് അവസാനം എത്തുമ്പോൾ അതിനകത്ത് നല്ല പഞ്ഞി പോലുള്ള, കാരണം മുട്ട അതിനകത്ത് ഇടണം. മുട്ടയിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ മുട്ട വിരിഞ്ഞാൽ ആ കുഞ്ഞ് അതിന് വേറെ ഇതൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ഇതായിരിക്കും കൂടിനകത്ത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ കിളിയെ ഇതാരാ പഠിപ്പിച്ചത്? കിളി ഏത് എൻജിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ടാണ് ഇത്രയും വിദഗ്ധമായ രീതിയിൽ ഏതാണ്ട് 15-20 ദിവസം എടുക്കുമെന്നാണ് ഈ കിളിക്കൂട് ഉണ്ടാക്കാൻ? ഇപ്പോൾ കിളിയെക്കുറിച്ച് പഠിക്കുന്ന നല്ലതാണ്. അത് ഈ അച്ഛൻ കിളിയാണ് ഈ കിളിക്കൂട് ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മക്കിളിക്ക് ഒറ്റ ജോലിയേ ഉള്ളൂ. കിളിക്കൂടെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ അമ്മക്കിളി ഓടി പറന്ന് ഈ കിളിക്കൂടിൽ പോയിരുന്നിട്ട് ഒരു പ്രധാന പരിപാടി ചെയ്യും. എന്താണെന്നറിയാമോ? മുട്ടയിടുന്നതിന് മുമ്പ് ഒരു പരിപാടിയുണ്ട്. ഈ കിളിക്കൂട് നല്ലവണ്ണം ഒന്ന് കുലുക്കിയൊക്കെ നോക്കും. എന്തിനാണ്? ഇത് നല്ല സ്ട്രോങ് ആണോ എന്ന് നോക്കുന്ന പരിപാടിയാണ് ഈ അമ്മക്കിളിക്കുള്ളത്. അപ്പോൾ അച്ഛൻ കിളിയാണ് ഇതിൻ്റെ കൂടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ ആക്കി വെക്കുന്നത്. അങ്ങനെ ഒരു 15 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ കിളി മുട്ടയിടുന്നത്. മുട്ടയിട്ട് കഴിഞ്ഞാൽ മുട്ടയിട്ട് ഈ കിളി വളർന്ന് വരുമ്പോഴത്തേക്കും അടുത്ത ഈ അച്ഛൻ കിളിക്ക് അമ്മക്കിളിക്ക് വേറൊരു പരിപാടിയുണ്ട്. എന്താണെന്നറിയാമോ? മുട്ടയിട്ടു, കുഞ്ഞ് വളർന്നു, മുട്ട വിരിഞ്ഞു, കുഞ്ഞ് വളർന്നു. ഈ കിളി പറക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ അച്ഛൻ കിളി അമ്മക്കിളിക്ക് ഒരു പരിപാടിയുണ്ട്. പറക്കാൻ പഠിപ്പിക്കുന്ന പാരലായിട്ട് വേറൊരു കാര്യം കൂടെ ചെയ്യും. നമ്മൾ മലയാളികൾ ഒട്ടും ചെയ്യാത്ത കാര്യമാണത്. അത് നമ്മൾ കൊടുക്കും, അത് ആഹാരം കൊടുക്കും വേറെ. അതായത് ഈ കിളിക്കൂടിന് ഈ 2 കിളികളും കൂടെ ചേർന്ന് പൊട്ടിച്ച് കളയും. നമ്മൾ ചിന്തിക്കുകടാ ഇത്രയും ഒരു കരുതലില്ലാത്ത കിളി, പക്ഷേ ഈ 2 കിളിയും കൂടെ അത് യഥാർത്ഥത്തിൽ കരുതുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് ഇവൻ ഇരുന്നാൽ ബാക്കി പറ, അവസാനം വരെ പറക്കാൻ പോലും പഠിക്കാതെ ഇതിനകത്തിരിക്കും. അപ്പോൾ പറക്കാൻ പഠിപ്പിക്കുക, ലോകത്തെ കാണാൻ പഠിപ്പിക്കുക, പുറത്തിറങ്ങാൻ പഠിപ്പിക്കുക, മറ്റു കിളികളെ കാണുക, മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുക, ഇങ്ങനെ ഒരു പരിശീലനം കൂടെ ഈ കിളികൾ കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കരുതൽ എന്നുള്ള ഇതിൽ പ്രധാനമായിട്ട് കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പോൾ അത് പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് ചിന്തിക്കാനായിട്ട് ഇടയാകണം. അതുകൊണ്ടാണ് അങ്ങനെ ചില കാര്യങ്ങൾ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് 2 രീതിയിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. 2 രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് ചുരുങ്ങിയ കാലത്തേക്കുള്ള ചില ലക്ഷ്യങ്ങളും പിന്നെ ദീർഘകാലത്തേക്കുള്ള ചില ലക്ഷ്യങ്ങളും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ കുട്ടി രാവിലെ ഇവിടെ സ്കൂളിൽ വരാൻ ലേറ്റ് ആകുകയാണ്. എന്താണ് പ്രശ്നം? നമ്മുടെ കുട്ടി രാവിലെ സ്കൂളിൽ ഇവിടെ വരാനായിട്ട് ലേറ്റ് ആകുന്നു. എന്തുകൊണ്ടായിരിക്കും കാരണം? കുട്ടി രാവിലെ എഴുന്നേക്കാൻ താമസിക്കുന്നു, ദിനചര്യകൾ ചെയ്യാൻ താമസിക്കുന്നു. നമ്മുടെ വണ്ടി ഇവിടെ ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നമ്മുടെ ഇവിടുത്തെ തന്നെ സ്കൂളിൻ്റെ വണ്ടി വന്ന് അവിടെ പലവട്ടം ഇങ്ങനെ ഹോൺ അടിക്കുന്നു, പക്ഷേ കുട്ടി ലേറ്റായിട്ട് വരുന്നു. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനുണ്ട്. ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? എന്ത് ചെയ്താൽ പരിഹരിക്കാം? എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? നമ്മുടെ കുട്ടിയുടെ കാര്യം എടുത്താൽ മതി. നേരത്തെ എഴുന്നേക്കണം. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, നമ്മുടെ പ്രശ്നമെന്നുള്ളത് അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ട സഹായം സാധാരണ കുട്ടികളിൽ നിന്നും
നമ്മുടെ കുട്ടി പ്രത്യേക കഴിവുള്ള കുട്ടിയാണ്, പ്രത്യേക പരിഗണന വേണ്ട കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് കൊടുക്കുന്ന ട്രെയിനിങ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക, നമ്മൾ കൊടുക്കുന്ന ഓരോ ട്രെയിനിങ്ങും നമ്മുടെ കുട്ടി വളർന്ന് വലുതായി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിനോ സ്വന്തം ജീവിതത്തിനോ പ്രയോജനം ഉണ്ടായിത്തീരണം. ആ രീതിയിൽ വേണം നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ. ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത് കുട്ടി കൃത്യസമയത്തിന് സ്കൂളിൽ എത്തുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് കുട്ടി എങ്ങനെയെങ്കിലും സ്കൂളിൽ കൃത്യസമയത്തിന് എത്തുക എന്നുള്ളതാണ്. സമയത്തിന് കുട്ടി സ്കൂളിലെത്തണം, ഇതാണ് ലക്ഷ്യമെങ്കിൽ അതായിരിക്കണം നമ്മുടെ ലോങ് ടേം ആയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ ദീർഘകാലം കൊണ്ട് നമുക്ക് കുട്ടിയെ പഠിപ്പിച്ചെടുക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, കുട്ടി കൃത്യസമയത്തിന് സ്കൂളിലെത്തണം. ഇനി നമ്മുടെ കുട്ടി കൃത്യമായിട്ട് വാരി കഴിക്കുന്നില്ല, ഭക്ഷണം വാരി കഴിക്കുന്നില്ല, ഇതാണ് പ്രശ്നമെങ്കിൽ ഉടനെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു വർഷം കൊണ്ട് എൻ്റെ കുട്ടി ശരിയായിട്ട് വാരി കഴിപ്പിക്കാൻ ഞാൻ പരിശീലിപ്പിക്കും. അപ്പോൾ അതിന് വേറെ കുറച്ച് കുഞ്ഞു പരിപാടികളുണ്ട്. അത് നമ്മുടെ സാധാരണ കുട്ടികൾക്ക് നമ്മൾ അത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. പക്ഷെ നമ്മുടെ സ്പെഷ്യൽ കുട്ടി ആയതുകൊണ്ട്, പ്രത്യേക പരിഗണന വേണ്ട കുട്ടി ആയതുകൊണ്ട് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ വ്യത്യാസമുണ്ട്, ആ കുട്ടിയുടെ അപ്രോച്ചിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത്, എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ മോളെ വരുന്ന ഒരു വർഷം കൊണ്ട് ഞാൻ എന്താണ്, ഏതെങ്കിലും ഒരു കാര്യം മതി, ഒരു വർഷം കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിച്ചാൽ മതി, ഒരു വർഷം കൊണ്ട് ഞാൻ എന്താണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ ഈ സ്കൂളുമായിട്ട് കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതൊരു ടീം വർക്കാണ്. ഈസി ആയിട്ട് വിതിൻ 2 or 3 years, 2 or 3 വർഷം കൊണ്ട് പുതിയ സ്കില്ലുകൾ നമ്മൾ പഠിച്ചെടുക്കും എന്നുള്ളതാണ്. ഈ നമ്മുടെ തലച്ചോറിനൊരു ഗുണമുണ്ട്, എന്താണെന്നറിയാമോ? നമ്മൾ എത്രത്തോളം പഠിക്കുന്നോ അത്രത്തോളം നമ്മൾ വയസ്സാകുമോ അതോ പ്രായം കുറയുമോ? പഠിക്കുന്തോറും വയസ്സ് കൂടുവോ കുറയുമോ? ഒന്നുകൂടെ ആലോചിച്ച് പറ. വയസ്സ് കുറയും. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ പ്രായം കുറയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് സമയത്ത് തന്നെ 8 കോഴ്സ് പഠിച്ചു. മാഡം പറഞ്ഞ ശരിയാണ്, വയസ്സ് അതുപോലെ പോകും, പക്ഷെ ആള് ചെറുപ്പമായിരിക്കും. നമ്മുടെ കുട്ടികളെ പുതിയ സ്കില്ലുകൾ പഠിപ്പിച്ചെടുത്താനുള്ള ഒരു ഗുണം എന്നുള്ളത്, എന്തെങ്കിലും പുതിയ സ്കില്ല്, ഇതൊരു ടാർഗറ്റായിട്ട് ഏറ്റെടുക്കണം. പൊതുവെ സംഭവിക്കുന്ന ഒരു കാര്യം, പൊതുവെ ഞാനിവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാരെ കുറ്റം പറയുന്നതെന്ന് ചിന്തിക്കരുത്. പൊതുവെ നമ്മുടെ ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണ, നമ്മുടെ മാത്രമല്ല സാധാരണ സ്കൂളുകളിലുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് പിള്ളേരെ രാവിലെ 9 മണിക്ക് സ്കൂളിൽ അയച്ചാൽ തിരിച്ച് 4 മണി വരെ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല, നിങ്ങൾ വേണം ഞങ്ങളുടെ പിള്ളേരെ വളർത്താൻ. നോർമൽ സ്കൂളിലെ കാര്യമായത്, നോർമൽ സ്കൂളിലെ പല പാരൻസും അങ്ങനെ, ഞങ്ങളുടെ പിള്ളേരെ എല്ലാം നിങ്ങൾ നോക്കിക്കൊള്ളണം. ഇനി നമുക്ക് ചിലപ്പോൾ ഒരു ധാരണ കാണാം, ഞങ്ങളുടെ കുട്ടികൾ അവിടെ സ്കൂളിൽ അയക്കുന്നു, കാരണം ഞാൻ എന്തായാലും ജോലിക്ക് പോകും, വീട്ടിലാരും നോക്കാനില്ല, അതുകൊണ്ട് ഒരു ഡേ കെയർ പോലെ. ആ ഒരു സ്ഥിതി മാറണം. ഡേ കെയർ എന്നുള്ള ചിന്തയെ നിങ്ങൾക്ക് മാറണം. എൻ്റെ കുട്ടി ഈ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യാനും പറയാനും പാടാനും ഓടാനും ചാടാനും ഉള്ള ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ സെൻറ്റ് പീറ്റേഴ്സിൽ അയക്കുന്നത്. അതിന് ഏബിളായിട്ടുള്ള വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. പക്ഷേ അത് മാത്രം പോരാ, പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് കൂടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ആശയം എന്നുള്ളത്, നമ്മുടെ കുട്ടി, ആ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാക്കാനാണ് ഉദാഹരണം പറഞ്ഞത്. നമ്മുടെ കുട്ടി ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തിയപ്പോൾ മനസ്സിലായി, കുട്ടി രാവിലെ എഴുന്നേൽക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ ശരിയാക്കണം. അവിടെ കുട്ടി പഠിക്കുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങളുണ്ട്. അപ്പോൾ ദീർഘകാലത്തേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ദീർഘകാലത്തേക്ക് കുട്ടി ക്ലാസ്സിൽ ശരിയായിട്ടെത്തണം, അതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലോട്ട് പോകാൻ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് എന്തായിരിക്കും? നമുക്കറിയാമെന്നങ്ങ് പറഞ്ഞുതരാം. കുട്ടി രാവിലെ സ്കൂളിലെത്തണം. ഒന്നാമത് കുട്ടി ചെയ്യേണ്ടത് ഇവിടെ ആരോ പറഞ്ഞു, രാവിലെ അവിടെ മുതൽ തുടങ്ങണം. എല്ലാ ദിവസവും രാവിലെ ഈ കുട്ടി ഇത്ര മണിക്ക് എഴുന്നേൽക്കാനായിട്ട് കുട്ടിയെ സഹായിക്കണം. അതാണ് പരിശീലനം എന്നുള്ള. സഹായം എന്നുള്ള വാക്ക് വളരെ പരിശീലനം. നമ്മുടെ സ്പെഷ്യൽ കുട്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവരൊരു ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയാൽ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യും. മറ്റേ പിള്ളേർ അങ്ങനെയല്ല. അവന് എല്ലാ ദിവസവും രാവിലെ 10 പ്രാവശ്യം പറഞ്ഞാൽ എഴുന്നേക്കട പരീക്ഷയാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്പെഷ്യൽ കുട്ടികൾക്ക്, പ്രത്യേക പരിഗണന വേണ്ട കുട്ടികളുടെ ഒരു പ്രത്യേകത എന്നുള്ളത്, ഒരു പ്രാവശ്യം ആ ശരിയായിട്ടുള്ള ട്രെയിനിങ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കൃത്യം 6 മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ 6 മണിക്ക് എഴുന്നേറ്റിരിക്കും. അപ്പോൾ ഇന്ന് മുതൽ ഒന്ന് ശ്രമിച്ചാൽ മതി. അപ്പോൾ 4 മണിക്ക് എഴുന്നേക്കും. നല്ല കാര്യം. 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് 6 മണിക്ക് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്.
അപ്പോൾ അവിടെ നമ്മൾ ഇതിനെ സെറ്റ് ചെയ്യാൻ തുടങ്ങണം. ഹ്രസ്വകാല ലക്ഷ്യങ്ങൾ, അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യത്തിനെ കുഞ്ഞു 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 പീസുകളാക്കി എടുക്കും. നമ്മൾ വീട്ടിലിപ്പോൾ ബീഫ് കറി വയ്ക്കുമ്പോൾ കടയിൽ നിന്ന് എങ്ങനെ കിട്ടും? ബീഫ് കഷണമായിട്ട് കിട്ടും. അതിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ വീണ്ടും ചെറുതാകും. മീൻ എങ്ങനെ കിട്ടും? വലിയ പീസായിട്ട് കിട്ടും, ചിലപ്പോൾ കട്ട് ചെയ്ത് കിട്ടും. പക്ഷേ അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു? നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാൻ പാകത്തിന് കുഞ്ഞു കുഞ്ഞു കഷണങ്ങളാകും. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, കുട്ടിയെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ടൈം പഠിപ്പിച്ച് കൃത്യസമയത്തിന് കുട്ടി സ്കൂളിലെത്തണം. അതിനുള്ള ലക്ഷ്യം ഒന്നാമത്തെ കാര്യം എന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന ഒരു മാസം കൊണ്ട്, ഇത് ഒരു മാസം എന്നുള്ള ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞതേ ഉള്ളൂ, വരുന്ന ചില മാസങ്ങൾ കൊണ്ട് കുട്ടി കൃത്യസമയത്തിന് എഴുന്നേൽക്കാനായിട്ടുള്ള പരിശീലനം കൊടുക്കണം. അപ്പോൾ കുട്ടി ടൈം എന്നുള്ള സംഭവം പഠിക്കും. സമയം 6 മണി അല്ലെങ്കിൽ 4 മണി, അങ്ങനെ ഒരു കാര്യം കുട്ടി പഠിക്കും. ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് കൃത്യമായി കുട്ടി എഴുന്നേറ്റാൽ അടുത്തെന്ത് ചെയ്യണം? അവർ എഴുന്നേറ്റ് തന്നെ അടുത്ത സ്റ്റെപ്പ് പല്ല് തേക്കണം, ദിനകൃത്യങ്ങൾ ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നുള്ള നമ്മൾ അടുത്ത ഇതിലോട്ട് വേണം. അടുത്ത ഒരു മാസം കൊണ്ട് ദിനകൃത്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ ഒരു മാസം ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഒരു മാസം പോരാ, ഒരു വർഷം തന്നെ എടുക്കും സമയം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ. പക്ഷേ ഒരു വർഷം കൊണ്ട് നമ്മുടെ കുട്ടി കൃത്യം 4 മണിക്ക് എഴുന്നേൽക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കൃത്യം 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് കുട്ടി എഴുന്നേറ്റിരിക്കും. നമ്മൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിയാലും നമ്മുടെ കുട്ടികളുടെ ബ്രെയിനിൽ ആ ടൈം ടേബിൾ ഫിക്സ് ചെയ്തിരിക്കും. അവർ നമ്മളെക്കാളും മോട്ടിവേറ്റഡ് ആണ് ഈ കാര്യത്തിൽ. ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഉണ്ടല്ലോ, കൃത്യമായിട്ട് ചെയ്തിരിക്കും. അപ്പോൾ ഈ നമ്മുടെ സാധാരണ കുട്ടികളാണെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കൃത്യം 4 മണിക്ക് എഴുന്നേറ്റ് പഠിക്കുകയും പരീക്ഷ തീരുമ്പോൾ ബാക്കി പറ, പരീക്ഷ തീർന്നാൽ പിറ്റേ ദിവസം മുതൽ 10 മണിയാകാതെ അവൻ എഴുന്നേക്കത്തില്ല. പക്ഷേ നമ്മുടെ സ്പെഷ്യൽ കുട്ടികളാണെങ്കിൽ പരീക്ഷ തീർന്നാലും പരീക്ഷ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞായറായാലും തിങ്കളായാലും ബുധനായാലും നമ്മുടെ കുട്ടിക്ക് 6 മണിക്കാണ് എഴുന്നേൽക്കേണ്ടതെന്നുള്ള ടൈം ടേബിൾ കുട്ടിയുടെ ബ്രെയിനിൽ ശരിയായിട്ട് പ്രോസസ്സിങ് പോയി കഴിഞ്ഞാൽ ചില മാസങ്ങൾക്ക് ശേഷം പിന്നെ എന്ത് വന്നാലും 4 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 5 മണിയാകുമ്പോൾ കുട്ടി എഴുന്നേറ്റിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ അടുത്ത നമ്മൾ പരിശീലനം കൊടുക്കുകയാണ്. അടുത്ത പരിശീലനം എന്നുള്ള ദിനകൃത്യങ്ങൾ കൃത്യമായി പരിശീലിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ മെയിൻ ലക്ഷ്യം എന്നുള്ളത് കുട്ടി കൃത്യസമയത്തിന് സ്കൂളിലെത്തണം. അതിന് വേണ്ടിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പരിഗണന കൊടുക്കണം. നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന കുട്ടിയെ കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ ഉപയോഗിച്ച് പഠിപ്പിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലോട്ട് എത്തുക. അപ്പോൾ അടുത്ത മാസം കൊണ്ട് രണ്ടാമത്തെ കാര്യം കൂടെ എടുത്ത് പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് കുട്ടിയെ കൃത്യമായിട്ട് ആ ഒരു ദിനകൃത്യങ്ങൾ പഠിപ്പിക്കുന്നു. മൂന്നാമത്തേലോട്ട് പോകുന്നു, സ്വയമായി ഭക്ഷണം കഴിക്കാൻ പരിശീലിപ്പിക്കുക എന്നുള്ളത്. മിക്കവാറും നമ്മുടെ കുട്ടികൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ മാസം കൊണ്ട് ടൈം പഠിപ്പിച്ചു, രണ്ടാമത്തെ മാസം കൊണ്ട് കുട്ടിക്ക് കൃത്യമായിട്ട് ദിനകൃത്യങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചു. അപ്പോൾ ഇത് രണ്ടും കൂടെ രണ്ടാമത്തെ മാസം പോകുന്നു. മൂന്നാമത്തെ മാസം ആകുമ്പോഴത്തേക്കും എവിടെ പോയി പ്ലേറ്റ് എടുക്കണം, പ്ലേറ്റ് എടുത്തിട്ട് എവിടെയാണ് നിൽക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്കൂളിൽ ഇവിടെ കൃത്യം പരിശീലനം കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചോണം. അതായത് സ്കൂളിൽ കുട്ടികൾക്ക് എന്ത് പരിശീലനം കൊടുക്കുന്നു എന്ന് അമ്മമാരും അച്ഛന്മാരും ടീച്ചറിനോട് ചോദിക്കണം. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് വീട്ടിലും കിട്ടുന്നത്. സ്കൂളിൽ ഇവിടെ വരിയായിട്ട് നിന്ന് കുട്ടി ഭക്ഷണം വാങ്ങുന്നു. അപ്പോൾ വരി നിൽക്കാൻ പഠിച്ചു. ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം കുട്ടി സ്വന്തമായിട്ട് പ്ലേറ്റ് കഴുകാൻ പഠിച്ചു. ഇതേ കുട്ടി വീട്ടിൽ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മളാണ് പാത്രം കഴുകി കൊടുക്കുന്നതെങ്കിൽ കുട്ടിയുടെ ബ്രെയിനിൽ സ്കൂളിൽ ഒരു പാറ്റേൺ, വീട്ടിൽ വേറൊരു രീതി. അപ്പോൾ കുട്ടി കൃത്യമായിട്ട് ആ ട്രെയിനിങ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ കൂടെ വേണം നമ്മൾ ആ ഒരു ഇതൂടെ ഇവിടെ എന്ത് പഠിപ്പിക്കുന്നു അതിൻ്റെ തുടർമാനമായിട്ട് വീട്ടിലും കുട്ടി പരിശീലിക്കുമ്പോൾ ഒരു പരിധി വരെ നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായി എന്താണ് ദിനകൃത്യങ്ങളിലും സ്വന്തം ജീവിതത്തിലും ചെയ്യേണ്ടതെന്ന് കുട്ടി പഠിച്ചിരിക്കും. ഇനി അത് കഴിഞ്ഞ് നേരെ അടുത്തതിലോട്ട് പോകുന്നു. ഇതെല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്കുള്ള ഒരു ഗുണമെന്നുള്ളത് കുട്ടി കൃത്യമായിട്ട് ഭാവിയിൽ ഒരു ജോലി കിട്ടിയാൽ അവിടെ കുട്ടിക്ക് പരിശീലനം വേണ്ട. കുട്ടിക്ക് ജോലിക്ക് പോകേണ്ടത് 9 മണിക്കാണെങ്കിൽ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു കടയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ജോലി കിട്ടി. ആ ജോലിക്ക് പോകുമ്പോൾ ഈ കുട്ടി സ്കൂളിൽ ഞാൻ പഠിച്ചത് എങ്ങനെയാണ്, 4 മണിക്ക് പോകണമെങ്കിൽ 4 മണിക്ക് എഴുന്നേൽക്കുന്നു, ദിനകൃത്യങ്ങൾ ചെയ്യുന്നു, സ്വന്തമായി ഭക്ഷണം കഴിക്കുന്നു, സ്വന്തമായിട്ട് വസ്ത്രം ഇടുന്നു, വസ്ത്രം ഇട്ടിട്ട് ഞാൻ ഇത്ര മണിക്ക് സ്കൂളിലേക്ക് പോകുന്നു. ഈ സെയിം പാറ്റേൺ കുട്ടി എവിടെ ഉപയോഗിക്കും? ഒരു തൊഴിൽ മേഖല വരുമ്പോൾ അവിടെ ഉപയോഗിക്കും. അപ്പോൾ ആ സമയത്ത് കുട്ടിയെ പഠിപ്പിക്കേണ്ടി വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്, രാവിലെ എഴുന്നേൽക്കുന്ന കാര്യം. ഇതുപോലെ ഓരോ കുഞ്ഞു കാര്യങ്ങളും എന്താണോ നിങ്ങളുടെ കുട്ടിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് അത് നിങ്ങളുടെ അധ്യാപകരുമായിട്ട്, നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകരുമായിട്ട് ഡിസ്കസ് ചെയ്ത്
കൃത്യമായിട്ട് അവരിവിടെ എന്താണോ പഠിപ്പിക്കുന്നത് അതിൻ്റെ അടുത്ത ഒരു ഇതിലോട്ട്. ഇപ്പോൾ 10 വരെ എണ്ണാൻ അറിയാം, പക്ഷെ അതിന് മുകളിലോട്ട് എണ്ണാൻ അറിയത്തില്ല. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മൊബൈൽ നമ്പർ നമ്മുടെ കുട്ടികളെ കാണാതെ പഠിപ്പിക്കാം. ഇപ്പോൾ ഇടയ്ക്ക് ഒരു പയ്യൻ അച്ഛനും അമ്മയായിട്ട് യാത്ര ചെയ്തു, റെയിൽവേ സ്റ്റേഷനിലെത്തി, പെട്ടെന്ന് മിസ്സായി പോയി. ഈ കുട്ടിക്ക് ഒരു പിടുത്തമില്ല എവിടെ പോകണം എന്താണെന്ന്. സ്പെഷ്യൽ ചൈൽഡാണ്, കുട്ടിക്ക് ഒരു പിടുത്തമില്ല എവിടെ പോകണം എന്താണെന്ന് ഒരു പിടുത്തമില്ല. പക്ഷേ ഈ കുട്ടിക്ക് ഒരു കാര്യം അറിയാം. എന്തറിയാം? പപ്പയുടെ മമ്മിയുടെ അച്ഛൻ്റെ അമ്മയുടെ മൊബൈൽ നമ്പർ അറിയാമായിരുന്നു കൃത്യം. അപ്പോൾ ഈ നമുക്ക് ഭയങ്കര പേടി തോന്നും, പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. പുള്ളി കൂളായിട്ട് പോയിട്ട് പോലീസിനോട് പറഞ്ഞു, സാർ എൻ്റെ പപ്പയെ വിളിക്കണം. പുള്ളിക്ക് മനസ്സിലല്ല, പുള്ളി വിചാരിച്ചത് നോർമൽ കുട്ടിയായിരിക്കും എന്ന് ചിന്തിച്ചു. ഉടനെ സാർ എൻ്റെ പപ്പയെ വിളിക്കണം. ഉടനെ തന്നെ നിങ്ങളാരാണ്? ഞാൻ ഇന്ന ആളാണ്. ഉടനെ തന്നെ ഈ പോലീസ് ഓഫീസർ മൊബൈൽ കൊടുത്തു. ഈ കുട്ടി കൃത്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന സാറിൻ്റെ കൂടെ ഇവിടെ നിൽക്കുകയാണ്, പപ്പ എന്നെ തിരക്കി വരുന്നത് ഇവിടെ വന്നാൽ മതി. അപ്പോൾ അബദ്ധത്തിൽ ഇദ്ദേഹം ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു സ്റ്റേഷനിലായിപ്പോയതാണ്. പപ്പ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു കാറും പിടിച്ചു വന്ന് ഈ മകനെ കൃത്യമായിട്ട് പിക്ക് ചെയ്തു. അപ്പോൾ എന്താണ് കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് ടാസ്ക് കൊടുത്താലാണ് എങ്ങനെയാണ് കുട്ടികളെ ശരിയായിട്ട് ട്രെയിനിങ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു നല്ലൊരു ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗുണമുള്ളത്, പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും കുട്ടി ഭാവിയിൽ ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ എത്താൻ സാധ്യതയുള്ളപ്പോൾ, ഏതെങ്കിലും കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ സാധ്യത ഉള്ളപ്പോൾ അത് ഫോളോ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഈ പരിശീലനം വീട്ടിലും നൽകണമെന്നുള്ളതാണ്. ഇവിടെ എന്താണോ കുട്ടി പരിശീലിക്കുന്നത് അതിന് സമാനമായ കാര്യങ്ങൾ വീട്ടിൽ പരിശീലനം നൽകണമെന്നുള്ളതാണ്. ഈ ചില കുട്ടികളുണ്ട്, ഇപ്പോൾ AS ഓട്ടിസം പോലുള്ള ചില കുട്ടികളാണ്, വീട്ടിൽ വന്ന ഡ്രസ്സ് ഇടത്തേ ഇല്ല. അതേ ആൾ ഇവിടെ വരുമ്പോൾ നല്ലവണ്ണം ഡ്രസ്സൊക്കെ ഇട്ട് നല്ല പുറത്തിറങ്ങിയ ഇദ്ദേഹത്തിന് ഡ്രസ്സ് ഇടാമെന്ന് പറയാം, പക്ഷേ വീട്ടിൽ വന്നാൽ ഇദ്ദേഹം നേരെ തിരിച്ചാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് അതേ പരിശീലനം അവിടെയും കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇതിങ്ങനത്തെ കുട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല, ആളുകളൊന്നും പറയത്തില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പരിഗണിക്കാതെ വിടരുത്, കുട്ടികളെ പരിഗണിക്കണം. അപ്പോൾ ചിലപ്പോൾ ഡ്രസ്സ് അവന് ഇട്ട് കൊടുക്കേണ്ടി വരും. ഡ്രസ്സ് ഇടാനും ആ വസ്ത്രങ്ങൾ എങ്ങനെയാണ് ഊരാനും അഴിക്കാനും ഒക്കെ ഉള്ള പഠിപ്പിക്കേണ്ടി വരും. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ കുട്ടികൾക്ക് ശരിയായിട്ട് ബട്ടൺ ഇടാൻ പറ്റുന്നില്ല. ബട്ടൺ വേണ്ട, ബനിയൻ വാങ്ങിച്ചിട്ട് കൊടുത്താൽ മതി, ടീഷർട്ട് പോലുള്ള വാങ്ങിച്ചിട്ട് കൊടുത്താൽ മതി, ഇപ്പോൾ ഇടാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ അല്പം കൂടെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക. കുട്ടികൾക്ക് ശരിയായ പരിശീലനം നമ്മുടെ വീട്ടിൽ നൽകണം. ഇവൻ ഇനി പരിശീലനം നൽകിയിട്ട് കാര്യമൊന്നുമില്ല, ഇനി പരിശീലനം നൽകിയിട്ട് എന്തോ ഗുണം എന്നാരും ചിന്തിക്കരുത്. കാരണം ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന പരിശീലനം നാളെ അത് നമുക്കൊരു ഗുണമായി തീരും. ഇപ്പം നമ്മൾ തന്നെ പറഞ്ഞു, നമുക്കൊരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ആരുടേത് ചോദിക്കും? അപ്പോൾ ഇദ്ദേഹത്തിനോട് ചോദിച്ചാൽ ഇദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് എനിക്ക് തരണം, അല്ലെങ്കിൽ ഇദ്ദേഹം സ്റ്റൗ ഓൺ ചെയ്ത് കുറച്ച് വെള്ളം ചൂടാക്കണം. ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ കുട്ടിയെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ കുട്ടിക്ക് തൻ്റെ നിലനിൽപ്പിന് അതൊരു ഗുണമായിട്ട് തീരും. അപ്പം പരിശീലനം വീട്ടിൽ വേണമെന്നുള്ളതാണ്. ഈ നമ്മൾ എന്തുകൊണ്ടാണെന്നറിയത്തില്ല, ഈ നമുക്ക് മലയാളികൾക്ക് ഒരു പൊതുവായിട്ടുള്ള ഒരു ധാരണയുണ്ട്, ഞാനോ കഷ്ടപ്പെട്ട് ബാക്കി പറ നമ്മുടെ മക്കളാരും കഷ്ടപ്പെടും. ഈ ചിന്ത ആദ്യം മാറ്റണം. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്രായത്തിൽ കഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ഇന്ന് പ്രശ്നങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്, അല്ലേ? നമ്മളൊക്കെ അന്ന് കഷ്ടപ്പെട്ടു, പഠിച്ചു, അതുപോലെ തന്നെ പട്ടിണി കിടന്നു, പ്രശ്നങ്ങളെ നേരിട്ടു. ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ നേരിടാനുള്ള കഴിവ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും, സാധാരണ കുട്ടികൾക്ക് പോലും ചിലപ്പോൾ കഷ്ടപ്പാടിൻ്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശപ്പിൻ്റെ, ബുദ്ധിമുട്ടിൻ്റെ, കഷ്ടതയുടെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചാടിക്കയറി നമ്മൾ ഫുൾ സപ്പോർട്ടും കൊടുക്കരുത്. പക്ഷെ അവർക്ക് ആവശ്യത്തിന് സപ്പോർട്ട് കൊടുക്കണം. എന്നാൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് അവർ തന്നെ ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഈ സാധാരണ കുട്ടികൾക്ക് പോലും ചില മാതാപിതാക്കന്മാർ ഹോംവർക്ക് എഴുതി കൊടുക്കും. അപ്പോൾ ഈ ഹോംവർക്ക് എഴുതി കൊടുക്കുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ട്, നമ്മൾ നമ്മുടെ കുട്ടിയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയാണെന്ന്. സത്യം പറഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യുന്നത്? കുട്ടിക്ക് കിട്ടേണ്ട പരിശീലനം കൂടെ ഇല്ലാതാക്കി കളയുകയാണ്. കുട്ടിക്ക് എങ്ങനെയാണ് വീട്ടിലിരുന്ന് ഹോംവർക്ക് ചെയ്തില്ലെങ്കിലും രക്ഷപ്പെടാമെന്നുള്ള കള്ളത്തരാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര അപകടമാണ്. ഭാവിയിൽ ഇതിന് സമാനമായ പല കാര്യങ്ങൾ കുട്ടി ചെയ്യാനായിട്ട് ശ്രമിക്കും. എങ്ങനെ ജോലി ചെയ്യാതെ പൈസ ഉണ്ടാക്കാം, കാരണം ഇവിടെ പഠിച്ചത് അതാണ്. എങ്ങനെ ഹോംവർക്ക് എഴുതാതെ ടീച്ചറിൻ്റെ മാർക്ക് നേടാം. അപ്പോൾ ഇവൻ അതിന് സമാനമായ വേറെ കാര്യങ്ങൾ ചിന്തിക്കും. അപ്പോൾ നമ്മൾ പരിശീലനം എല്ലാ രീതിയിലും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. അപ്പോൾ പരിശീലനം കൊടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തിയെടുക്കാനും മാതാപിതാക്കന്മാരുടെ നിർദ്ദേശങ്ങളും, മാതൃകാപരമായിട്ടുള്ള നിർദ്ദേശങ്ങളും
കുട്ടികളുടെ ലൈഫിൽ വളരെ നിർണായകമാണ്. ഇത്തരം കുട്ടികൾ നമ്മുടെ സ്പെഷ്യൽ ചിൽഡ്രൻസിൻ്റെ വേറൊരു പ്രത്യേകത എന്നുള്ളത്, ഇവർ പലതും ഇങ്ങനെ ശ്രദ്ധിക്കും. നമ്മൾ ചിന്തിക്കും ഒന്നും ചിലപ്പോൾ മറ്റവരെക്കാളും നല്ല ചില വിഷയങ്ങളിൽ നമ്മുടെ കുട്ടികൾ എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മളിൽ നിന്നും പല നല്ല കാര്യങ്ങൾ, മാതൃകാപരമായിട്ടുള്ള പല നല്ല കാര്യങ്ങൾ പഠിക്കുമെന്നുള്ളത് കൊണ്ട് കൂടുതൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന അവിടെ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പരിശീലനം കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, സാധാരണ കുട്ടികളെ എപ്പോഴാണ് ഈ കിച്ചണിലെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കേണ്ടത്? ഏത് പ്രായത്തിലാണ് സാധാരണ ഉള്ള കുട്ടികൾക്കെങ്കിലും? 10-11 വയസ്സാകുമ്പോൾ. 12 11 കഴിഞ്ഞ് 12 വരട്ടെ. ഇപ്പോഴത്തെ കുട്ടികളൊട്ടും കയറത്തില്ല. വേറെ എപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് അടുക്കളയിലെ പരിശീലനം പഠിപ്പിക്കേണ്ടത്? 10-15 വയസ്സ്. ഇനി അടുത്ത ചോദ്യം, നിങ്ങളെപ്പോഴാണ് അടുക്കളയിൽ കയറി തുടങ്ങിയത്? പണ്ട് ചെറുതിലേ കയറി. ഇപ്പൊ ഇവിടെ സാധാരണ പറയുന്നത് 6 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികളെ അടുക്കളയിലെ പരിശീലനങ്ങൾ പഠിപ്പിക്കണമെന്നുള്ളതാണ്. കാരണം ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും നേരെ ചായ ഇടാൻ അറിയത്തില്ല. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും സ്വന്തം വസ്ത്രം ഊരി അവന് എവിടെയാണ് അലക്കാനിടേണ്ടത് എന്നറിയത്തില്ല. അതേ കുട്ടികളാണ് 2-3 വർഷം കൂടെ കഴിഞ്ഞ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കുടുംബജീവിതത്തെ ബാധിക്കുന്നു. അപ്പോൾ ആകെ കൂടെ പ്രശ്നമാകുന്നു. അപ്പോൾ അടുത്ത ചോദ്യം വരും, നിന്നെ ആരടി വളർത്തിയത്? ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ആദ്യത്തെ ചോദ്യം, നീ ഏത് വീട്ടിൽ നിന്ന് വന്നു, നിന്നെ ആര് വളർത്തി? അപ്പോൾ വളർത്തൽ മുഴുവൻ ആരുടെ കുറ്റമായി? മാതാപിതാക്കന്മാരുടെ കുറ്റമായി. അപ്പോൾ ഇവിടെ നമ്മൾ പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ്. പരിശീലനം കൊടുക്കുക നിർബന്ധമാണ്. സാധാരണ ഞങ്ങൾ പറയുന്ന 6 വയസ്സാകുമ്പോൾ തന്നെ കുട്ടിയെ തറയിൽ, സാധാരണ കുട്ടികളെ ആണെങ്കിൽ തറയിൽ നമ്മൾ പിടിച്ചിരുത്തിയിട്ട്, പല കുട്ടികൾക്ക് നേരെ ചെവി ഇരിക്കാൻ പോലും അറിയത്തില്ല, മുതിർന്നവരുടെ മുമ്പിൽ ഇരിക്കാൻ അറിയത്തില്ല, ബസ്സിൽ കയറി എങ്ങനെ ഇരിക്കണമെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് എങ്ങനെ ഇരിക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഏറ്റവും ലളിതമായ രീതിയിൽ കുട്ടികൾക്ക് ഒന്ന് തറയിൽ ഇരിക്കാനും, അതുപോലെ തന്നെ സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ കത്തി, പിച്ചാത്തിയിൽ വളരെ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ചില പിച്ചാത്തികളുണ്ട്. അതായത് വലിയ പെട്ടെന്ന് മുറിയാത്ത പിച്ചാത്തി, അതെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് ആദ്യം ആ പിച്ചാത്തി പിടിക്കാനായിട്ട് പഠിപ്പിക്കുന്നു. പിന്നെ നീളമുള്ള പച്ചക്കറികൾ എടുത്ത് കൊടുത്തിട്ട് അതിനെ കൃത്യം അകലത്തിൽ വരച്ചു കൊടുത്തിട്ട് അതിനെ വെട്ടാൻ പഠിപ്പിക്കുന്നു. 8 വയസ്സോടുകൂടെ കുട്ടി സാമ്പാറിന് എങ്ങനെ വെട്ടണം, അവിയലിന് എങ്ങനെ വെട്ടണം, തോരൻ എങ്ങനെ വെട്ടണം എന്ന് പഠിച്ചിരിക്കും. നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് ചോദിച്ചാൽ മതി, സാധാരണ ഡിഗ്രി പ്രായമുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ പരിചയമുള്ള ഏതെങ്കിലും കുട്ടിയുടെ അടുത്ത് ചോദിച്ചാൽ മതി, മോളെ ഈ അവിയൽ വയ്ക്കുന്നതിന് എന്തൊക്കെയാണ് വേണമെന്നൊന്ന് ചോദിച്ചാൽ മതി. ആദ്യം ഗൂഗിളിൽ തപ്പും, അവിയൽ പ്ലീസ് ഗൂഗിളിൽ തപ്പും, എന്നിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് തപ്പും, പിന്നെ മറ്റേ യൂട്യൂബിൽ തപ്പി ഒരു സാധനം പറഞ്ഞു തരും, മമ്മി ഇങ്ങനെയാണ്. അപ്പോൾ അവിടെയാ പ്രശ്നം. അവിടെ നമ്മൾ ശരിയായിട്ടുള്ള പരിശീലനം കുട്ടികൾക്ക് കൊടുക്കുന്നതിലൂടെ കുട്ടികൾ വീട്ടിലെ പെരുമാറ്റ രീതികൾ പഠിക്കും. ഇപ്പോൾ 1 കിലോ ചിക്കൻ ഞാൻ എല്ലാവർക്കും തരുന്നെന്നങ്ങ് വിചാരിച്ചാൽ മതി. വെറുതെ 1 കിലോ ചിക്കൻ വീതം നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സ്റ്റവും തരുന്നു. ഓരോരുത്തർക്കും ചിക്കൻ കറി വയ്ക്കാനുള്ള അതിന് ഉള്ള ഇൻഗ്രീഡിയൻസ്, സാധനങ്ങൾ കൃത്യമായിട്ട് എല്ലാവർക്കും തരുന്നു. നിങ്ങളെല്ലാവരും ചിക്കൻ കറി വയ്ക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ ഈ ചിക്കൻ കറി, ഓരോരുത്തരുടെയും ചിക്കൻ കറി ടേസ്റ്റ് ചെയ്യാനായിട്ട് വരികയാണ്. എല്ലാവരുടെയും ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഒരുപോലെ ആയിരിക്കുമോ വ്യത്യസ്തമായിരിക്കുമോ? ഞങ്ങൾ തന്നത് ഒരേ സാധനമാണ്, ഗ്യാസ് ഒരേ കമ്പനിയുടെയാണ്, പിന്നെ സ്ഥലം ഒരേ സ്ഥലത്താണ് തന്നത്. പക്ഷെ നിങ്ങൾ പറയുന്നത് ചിക്കൻ കറി വ്യത്യാസമായിരിക്കും. എന്തുകൊണ്ട്? പലരും പല രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് അതിൻ്റെ ടേസ്റ്റ് മാറി. അപ്പോൾ ഈ അടുക്കളയിലെ പെരുമാറ്റത്തിൽ കുട്ടികളുടെ ബിഹേവിയറിന്, അതായത് ഈ ചിന്തകൾക്ക് തന്നെ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡ് ഈസ് ഹോം എന്നാണ്. വീടാണ് ലോകത്തിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി. ഏറ്റവും നല്ല കലാശാല എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണാണ്. കിച്ചനകത്ത് കുട്ടി പലതും പഠിക്കും. ക്ഷമിക്കാൻ പഠിക്കുന്നത് എവിടെയാണ്?
കിച്ചനകത്താണ്. എന്നാൽ ഇവിടെ ഒന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും മറ്റത് കരിയാറാകുന്നത്. ഉടനെ ഇവിടെ നടത്തി ശ്രദ്ധ ഭയങ്കരമായിട്ട് മൾട്ടിപ്പിൾ സെൻസറി ഓർഗൻസ് കൃത്യമായിട്ട് ഇവിടെ ചെയ്യണം, അവിടെ നോക്കണം, അവിടെ നോക്കുമ്പോഴാണ് അടുത്ത ആൾ അവിടെ നിന്ന് ബാക്കിൽ നിന്ന് വിളിക്കുന്നത്, മമ്മി മുടി ചീകിത്താന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ദോശയും മറിക്കണം, മുടിയും ചെയ്യണം. അത് കൃത്യമായിട്ട് സ്കിൽഡായിട്ടുള്ള അമ്മമാർ ചെയ്തിരിക്കും. അപ്പോൾ ഒരേ സമയത്ത് ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പഠിച്ചത് കിച്ചണിൽ നിന്നാണെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളും കിച്ചണിൽ കയറണമെന്നാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. സത്യം, അത്യാവശ്യമാണ്. അപ്പോൾ ഇതേ കാര്യം നമ്മുടെ കുട്ടികളെയും നമ്മൾ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിൽഡ്രൻസ് ഉൾപ്പെടെ ഇത് നോക്കിയിരുന്നിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവരെങ്ങാനും പ്ലേറ്റ് എടുത്താൽ താഴെ വീണ് പൊട്ടിപ്പോകും എന്ന് നിങ്ങൾ പേടിക്കുകയേ ചെയ്യരുത്. വീണാലും ഒരു പ്ലേറ്റേ പൊട്ടത്തുള്ളൂ. പക്ഷെ കുട്ടിക്ക് കുറച്ച് പരിശീലനം കിട്ടുന്നതിലൂടെ ഭാവിയിൽ കുട്ടി സ്കിൽഡായിട്ടുള്ള ഒരു മേഖലയിൽ എത്തണമെങ്കിൽ കുട്ടികളെ നമ്മൾ ശരിയായ പരിശീലനം കൊടുക്കാനായിട്ട് വീട്ടിലെ കിച്ചനൊക്കെ കുട്ടികളെ കൂടെ പരിശീലിപ്പിക്കണം. ഇനി അമ്മ വീട്ടിലില്ല, അല്ലെങ്കിൽ അച്ഛൻ വീട്ടിലില്ല, പെട്ടെന്ന് മഴ പെയ്തു, തുണി കിടക്കുകയാണ്, ഉണങ്ങാനിട്ട തുണി മഴയത്ത് നനയാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ കുട്ടിയെ കൂടെ കൂട്ടണം. ഇന്നിന്ന സമയങ്ങളിൽ അത് ഉണങ്ങിയൊന്ന് നോക്കാനും നനവില്ലെങ്കിൽ ആ തുണി എടുത്ത് കൃത്യമായിട്ട് വീട്ടിൽ കൊണ്ടുവരാനും, അതുപോലെ തന്നെ ഉടുപ്പ് മടക്കാനും നിക്കറ് മടക്കാനും ഷർട്ടുകൾ മടക്കാനും മാതാപിതാക്കന്മാരുടെ വസ്ത്രങ്ങൾ ഏതൊക്കെയാണ് ഇതൊക്കെ തിരിച്ചറിയാനും ഒക്കെ പഠിപ്പിച്ചാൽ ഒരു പരിധിവരെ വീട്ടിലെ കാര്യങ്ങളെങ്കിലും കുട്ടികൾ സ്വയമായിട്ട് ചെയ്യും. അത് തന്നെ ഒരു ഭയങ്കര സ്കില്ലാണ്, ഒരു ഇതാണ്. ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടുന്ന് അധ്യാപകർ പഠിപ്പിക്കുന്ന പാഠത്തോടൊപ്പം നമ്മുടെ കുട്ടികൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാനാണ് ഭയങ്കര സന്തോഷം. മിക്കവാറും ചില കുട്ടികൾക്ക് എന്തെങ്കിലും ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ ഓടി കൊതിച്ചിരിക്കുന്നത്. ഇപ്പോൾ ASD ഓട്ടിസം കുട്ടികൾക്കാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ആ എനർജി മുഴുവൻ അതിൽ കൊടുക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിനു വേണ്ടി പരിശീലിപ്പിക്കണം. ഈ മറ്റു കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് നമ്മുടെ സ്പെഷ്യൽ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്നത്. അപ്പോൾ ആ പരിഗണന അത് എപ്പോഴും ഓർത്തോണം. അത്യാവശ്യം മൊബൈൽ കൊടുക്കണം, വേണ്ടെന്നല്ല, കുറച്ച് സമയത്തേക്ക് നമ്മൾ മൊബൈൽ കൊടുക്കുക. മറ്റ് സമയങ്ങളിൽ ഈ പരിശീലനം വളരെ ശ്രദ്ധയോടെ കൊടുത്താൽ ഒരു പരിധിവരെ ദിവസേനയുള്ള ജീവിതത്തിൽ കുട്ടികൾക്കത് ഗുണം ചെയ്യും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പത്രം പോയി എടുക്കേണ്ടത് മോനാണ് അല്ലെങ്കിൽ മോളാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇദ്ദേഹം കൃത്യസമയത്തിന് പത്രം എടുക്കും. ഇപ്പോൾ എനിക്ക് തന്നെ അറിയാവുന്ന ഒരു മോളുണ്ട്. പുള്ളിക്കാരിയുടെ മെയിൻ ജോലി ഇതാണ്, പത്രം എടുക്കുക, ഫോൺ വരുമ്പോൾ റിസീവ് ചെയ്യുക. വീട്ടിൽ ഫോൺ വരുമ്പോൾ, അപ്പോൾ ആ മോള് ഇപ്പോൾ കല്യാണപ്രായമെത്തി, ഓട്ടിസമാണ്, പക്ഷേ എല്ലാ ദിവസവും രാവിലെ കൃത്യം പോയി പത്രം എടുക്കും. അപ്പോൾ പത്രം എടുക്കേണ്ട രാവിലെ ആണ്ട് ഇദ്ദേഹം രാവിലെ എന്ത് ചെയ്യും, എഴുന്നേക്കും. അപ്പോൾ അടുത്ത പാരൻസ് ഒരു ട്രെയിനിങ് കൂടെ കൊടുത്തു. പിന്നെ രാവിലെ എഴുന്നേറ്റ് പത്രം എടുക്കാൻ പോകുമ്പോൾ പുറത്തുള്ള ആരെങ്കിലുമൊക്കെ നിന്നെ കണ്ടാൽ നല്ല ബ്യൂട്ടി ആയിട്ടിരിക്കണം, അതുകൊണ്ട് പല്ല് തേച്ചിട്ട് വേണം പുറത്തിറങ്ങാൻ. അപ്പോൾ രാവിലെ പത്രം എടുക്കാൻ പോകുന്ന ടാസ്ക് വെച്ചിട്ട് കുട്ടിയെ പല്ല് തേക്കാനും പഠിപ്പിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പല്ല് തേച്ച് കുളിച്ചിട്ട് വേണം നീ പുറത്തിറങ്ങാൻ. അപ്പോൾ ഇദ്ദേഹം എത്ര വലിയ തണുപ്പുള്ള ആളായിരുന്നാലും, വളരെ തണുപ്പുള്ള ഇടുക്കിയുടെ ഒരു സംഭവം ഞാനീ പറയുന്നത്, എത്ര തണുപ്പുള്ള ആളായിരുന്നാലും കൃത്യം 4:30 എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് വൃത്തിയായി എല്ലാം കഴിഞ്ഞ് 5:30 ഇങ്ങനെ കാത്തിരിക്കും പത്രം എടുക്കാൻ. അപ്പോൾ അതൊരു ഡെയിലി റൊട്ടീനായി മാറി. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തെ അല്പം കൂടെ ക്രിയേറ്റീവായിട്ട് കുട്ടികളുടെ മനസ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അത് ചെയ്യുമെന്നുള്ളതാണ്. അടുത്തൊരു കാര്യം എന്നുള്ള നേട്ടങ്ങളെ വിലമതിക്കുക. ഈ സാധാരണ നമ്മുടെ കുട്ടികൾക്ക് ചില നേട്ടങ്ങൾ, നമ്മുടെ കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ നിന്നും വരുമ്പോൾ അവർ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് വരും, ഉടനെ നമ്മൾ കൈയടിക്കും, സമ്മാനമൊക്കെ കൊടുക്കും, നല്ല കാര്യം. നമ്മുടെ കുട്ടി, നമ്മുടെ സ്പെഷ്യൽ ചൈൽഡായിട്ടുള്ള ഒരു കുട്ടി ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകുന്നു, നമ്മളെന്താ പറയും? നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയത്തില്ല, നല്ലതുപോലെ കഴുകാൻ പറയും, നല്ല കാര്യം. ഇനി പ്ലേറ്റ് കഴുകി വെച്ചാൽ നമ്മളെന്താ പറയും? എപ്പോൾ പ്ലേറ്റ് കഴുകിയാലും കഴുകി കഴിഞ്ഞ ഉടനെ തന്നെ. കാരണം ഈ മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ചില സാധനങ്ങളുണ്ട്, അതിൽ ഒന്നെന്നുള്ള പ്രോത്സാഹനമാണ്. ആണോ അല്ലയോ? പ്രോത്സാഹനം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികളുടെ ഏത് നേട്ടത്തെയും ശരിയായിട്ട് വിലമതിക്കുക. ചെറിയ നേട്ടങ്ങൾ പോലും, വളരെ ചെറുതെന്ന് നമുക്ക് തോന്നുന്നത് പോലും കുട്ടിക്ക് കൊള്ളാം, നന്നായിരുന്നു, സൂപ്പറായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അത് ചിലപ്പോൾ വാക്കുകളിലൂടെ പറഞ്ഞില്ലെങ്കിലും ഒരു ഇതോ അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയൊക്കെ മതി. നമ്മുടെ ഒരു പുഞ്ചിരിക്ക് പോലും നമ്മുടെ കുട്ടിക്ക് നമ്മുടെ ഹൃദയത്തെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പം നമ്മൾ മൂഡ് ഔട്ടായിട്ടിരിക്കുന്നു, മനസ്സിനൊരു വിഷമത്തോടെ ഇരിക്കുന്നു. നമ്മുടെ സ്പെഷ്യൽ ചൈൽഡായിട്ടുള്ള നമ്മുടെ കുട്ടിക്ക് അല്ലെങ്കിൽ പ്രത്യേക കഴിവുള്ള നമ്മുടെ കുട്ടിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അവൻ ഇതൊന്നും അറിയത്തില്ല എന്നാണ്. പക്ഷേ
നമ്മുടെ കുട്ടി ചിലപ്പോൾ നമ്മുടെ അടുത്ത് വന്നിരിക്കും. നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് ഈ കുട്ടി ഇരിക്കുകയാണ്. കാരണം അവന് മനസ്സിലായി, അവൾക്ക് മനസ്സിലായി, എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ മനസ്സിനെന്തോ വിഷമത്തോടെ കരയുകയാണെന്ന് മനസ്സിലായി. അതിനുള്ള കഴിവുണ്ട് നമ്മുടെ കുട്ടികൾക്ക്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലെ പല വികാര വിചാരങ്ങളും ശരിയായിട്ട് നമ്മളൊന്ന് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കുട്ടികളെ കൂടുതൽ മികവിലേക്ക് കൊണ്ടുവരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്ത് ചെയ്താലും പ്രോത്സാഹിപ്പിക്കുക. നമുക്കിപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വലിയ നഷ്ടമൊന്നുമില്ല. എന്തെങ്കിലും പൈസ ചിലവുണ്ടോ? ഒരു പൈസ ചിലവുമില്ല അല്ലേ? പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോയി. പെട്രോൾ അടിക്കാൻ പോകുമ്പോഴായിരിക്കും അവിടെ പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന ചേച്ചിമാരുണ്ട്. അവർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൈസയും കൊടുത്തിട്ട് തിരിച്ചു വരും. ഇനി വേറെ എന്തെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അവർക്ക്? ഒരു നല്ലൊരു ക്ലാപ്പ് കൊടും. ഈ അമ്മക്ക് നല്ലൊരു ക്ലാപ്പ് കൊടും. നല്ലവണ്ണം ഉച്ചത്തിൽ കൊടും. നല്ലവണ്ണം. ക്ലാപ്പ് പോലും ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. പറഞ്ഞാൽ കേട്ടില്ല. അതാ ഒന്നുകൂടെ പറ. താങ്ക്സ് പറയുക. ഇപ്പൊ സാറ് ഓട്ടോ ഡ്രൈവിംഗ് അല്ലേ? സാറ് ഓട്ടോ ഡ്രൈവിംഗ് ആണ്. അപ്പൊ അദ്ദേഹം ഒരാളെ ഓട്ടോയിൽ കൊണ്ടെത്തിച്ചു. ഓട്ടോയ്ക്ക് കൊണ്ടെത്തിക്കുമ്പോൾ പൈസ കൊടുക്കും. പൈസ കൊടുത്തതിന് ശേഷം ആ ഓട്ടോ ഓടിച്ച ചേട്ടനോട് താങ്ക്സ് പറയുമ്പോൾ മനസ്സിനൊരു പ്രത്യേക ആണല്ലോ സാറേ? ആണ്. കാരണം എന്നെ സുരക്ഷിതമായിട്ട് എത്തിച്ച ഇവിടെ, അതൊരു നന്ദിയോട് കൃത്യസ്ഥലത്ത് എത്തേണ്ട സ്ഥലത്ത് എന്നെ സുരക്ഷിതമായിട്ട് എത്തിച്ചു. അത് വളരെ പ്രധാനമാണ്. വഴിതെറ്റാതെ ഒരു അപകടവും പറ്റാതെ പറഞ്ഞ സമയത്തിന് മുമ്പ് അല്ലെങ്കിൽ എനിക്ക് എത്തേണ്ട സ്ഥലത്ത് നേരത്തെ എത്തിച്ചു. അങ്ങനെ ഡ്രൈവർമാർക്ക് നമുക്ക് നന്ദി പറയാം. ഒരു നന്ദി പറയുന്നതുകൊണ്ട് നമുക്ക് പറ്റിയ പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. പക്ഷേ അവരുടെ മനസ്സിലൊരു പ്രത്യേകതയായിരിക്കും. നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന നിങ്ങളുടെ ഇവിടെയുള്ള അധ്യാപകർക്ക് നമ്മൾ ഈ അധ്യാപകർക്കുള്ള ഒരു ദിനമുണ്ട്, ടീച്ചേഴ്സ് ഡേ എന്നുള്ള ഒരു ദിനമുണ്ട്. ആ ദിനത്തിൽ നമ്മുടെ പിള്ളേരോട് പറയണം, എടാ മോനെ നിന്നെ കഴിഞ്ഞ ഒരു വർഷം പഠിപ്പിക്കുന്ന ഇന്ന ടീച്ചറാണ്, ആ ടീച്ചറിന് ഒരു സമ്മാനം കൊടുക്കണം. എന്നിട്ട് കുട്ടിയെ കൊണ്ട് തന്നെ ചാലയെ കൊണ്ടുപോയിട്ട് കുട്ടിയെ കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം വാങ്ങിച്ചിട്ട് ഈ ടീച്ചറിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ടീച്ചറിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ഞാൻ പലപ്പോഴും ഈ അധ്യാപകർക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന ആളായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ നമ്മുടെ അധ്യാപകർ, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ, അവർക്ക് മക്കളുണ്ടോ? ഉണ്ട്. ഇനി ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. അവർക്ക് മക്കളുണ്ട്. അവരുടെ മക്കൾക്ക് കൊടുക്കേണ്ട സമയത്തേക്കാൾ കൂടുതൽ സമയം അവരാർക്കാണ് കൊടുക്കുന്നത്? നമ്മുടെ മക്കൾക്കാണ് കൊടുക്കുന്നത്. അവർ സ്വന്തം മക്കൾക്ക് സമയം കൊടുക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. കാരണം രാവിലെ എഴുന്നേറ്റ് കൃത്യസമയത്തിന് ഇവിടെ എത്തിയില്ലെങ്കിൽ ഇവിടുത്തെ പ്രിൻസിപ്പാളിൻ്റെ ഒരു നോട്ടം മതി. എവിടെ പ്രിൻസിപ്പാൾ? അപ്പോൾ കുട്ടിയെ ഒന്ന് ഒരുക്കാൻ പറ്റുന്നില്ല, ഒരു ഉമ്മ കൊടുക്കാൻ പറ്റുന്നില്ല. ഈ ടീച്ചർ അല്ലെങ്കിൽ ഈ സാറ് നേരത്തെ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ഇവിടെ വരുന്നു. ഇവിടെ വന്നിട്ട് കുട്ടിയെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടിയുടെ ഒരു അമ്മയെപ്പോലെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകർ നമ്മുടെ കുട്ടികളെ നോക്കുന്നത്. ഒരു പപ്പയെ പോലെ, ഒരു അച്ഛനെ പോലെ, അല്ലെങ്കിൽ ഒരു ഉമ്മയെ പോലെ. അവരത്രയും കരുതി, അത്രയും കാര്യങ്ങൾ ചെയ്തു. തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഇവരുടെ ചിന്ത എന്തെന്നറിയാമോ? നാളെ പോയിട്ട് കുട്ടികൾക്ക് എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെസൺ തയ്യാറാക്കണം, ടാസ്ക് അനാലിസിസ് നടത്തണം, നിറയെ പരിപാടികളുണ്ട്. ഇതൊക്കെ ചെയ്ത് അവർ കൃത്യമായിട്ട് പിറ്റേ ദിവസത്തെ കാര്യത്തിന് വരുമ്പോഴായിരിക്കും സ്വന്തം മോൻ ഓടി വന്നിട്ട് മമ്മി മനസ്സിലടാ ഇവിടെ സമയമില്ല. കാരണം ഇവിടെ ഭർത്താവിൻ്റെ കാര്യം നോക്കണം, പിന്നെ രാത്രിയത്തെ ഫുഡ് വയ്ക്കണം, രാവിലത്തെ ഫുഡിൻ്റെ കാര്യം നോക്കണം, എന്നിട്ട് വേണം. അപ്പോൾ ചിലപ്പോൾ സ്വന്തം മക്കൾക്ക് പോലും സമയം കൊടുക്കാൻ പറ്റത്തില്ല ഈ അധ്യാപകർ. അത്രയും റിസ്ക് എടുത്ത് ഇവിടെ വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുട്ടികൾക്ക് വർഷത്തിലൊന്നെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് മോനെ നിന്നെ പഠിപ്പിക്കുന്ന നിൻ്റെ അധ്യാപിക അല്ലെങ്കിൽ നിൻ്റെ സാറ്, ആ സാറിനൊരു സമ്മാനം നീ കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കിട്ടുന്ന ഒരു പ്രോത്സാഹനമുണ്ട്. നമ്മൾ തന്നെ രാവിലെ ഇപ്പോൾ ഇവിടെ ഏതാണ്ടെല്ലാം നമ്മുടെ അമ്മമാരാണല്ലോ. അമ്മമാർ, നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഭർത്താവിന് കൊടുക്കും. ഇന്ന് രാവിലെ എന്താ ഉണ്ടാക്കിയത്? ദോശയും, ഒരു ഉദാഹരണമാണ്, ദോശയും കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഭർത്താവ് ഇത് തിന്നുമ്പോൾ നമ്മളെന്തോ ചെയ്യും? വേറെ ജോലി നോക്കും. ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം. നമ്മൾ വേറെ ജോലി നോക്കും. ഓക്കെ, ശരിയാണ്, നമ്മൾ വേറെ ജോലി നോക്കും. അപ്പോൾ അടുത്ത കാര്യം, ഈ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിലാണെങ്കിലോ കൂടെ ഇരുന്ന് തിന്നുമ്പോഴും ഇടയ്ക്ക് നമ്മൾ ഭർത്താവിൻ്റെ മുഖം നോക്കും. അതെന്തിനാണ്? ഭർത്താവ് ഇത് ആവേശത്തോടെ തിന്നുന്നുണ്ടോ? പുള്ളി അന്ന് ഒരു ദോശയെ കഴിച്ചുള്ളൂ, ഉടനെ നമ്മൾ അടുത്ത ഒരു ചോദ്യം ചോദിക്കും. നമ്മൾ ചോദിച്ചാൽ നെഗറ്റീവേ ചോദിക്കത്തുള്ളൂ. എന്തോ ചോദിക്കും? നിങ്ങൾക്കെന്ത് ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ ഉണ്ടാക്കി തന്നത്? ചിലപ്പോൾ അങ്ങനെ ചോദിച്ചോളാം.
അപ്പോൾ എന്തായാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഭർത്താവിൻ്റെ മുഖത്തോട്ടൊരു നോട്ടം നോക്കും. അതെന്തിനാ നോക്കുന്നത്? ആ എങ്ങനെയുണ്ട് എന്ന് ഒരു ചില ഭാര്യമാർ ഞങ്ങളുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുമ്പോൾ പറയാറുണ്ട്, എൻ്റെ സാറേ അദ്ദേഹം രാവിലെ എഴുന്നേറ്റ്, നമ്മളിവിടെ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ചായയും കാപ്പിയിട്ട് എല്ലാം കൊടുത്തിട്ട് ഇല്ല കഴിച്ചിട്ട് ഒരു നോട്ടമെങ്കിലും നോക്കണ്ടേ? കൊള്ളാം. ഇത് ഒരു നോട്ടം നോക്കാതെ ഇറങ്ങി ഒരു പോക്ക്. ഞാൻ കൊടുത്തത് നല്ലതാണോ? നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് പ്രോത്സാഹനം ആണല്ലോ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് നേട്ടത്തിനും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് എനർജറ്റിക് ആവും. ഇപ്പം നമ്മുടെ ഭർത്താക്കന്മാർ തന്നെ ചില ഭർത്താക്കന്മാർ, നിങ്ങൾ നല്ല ഇറച്ചിക്കറി വെച്ചു, ഭർത്താവ് പറയാണ് നാളെ ഇത്രയായി, ഇങ്ങനെയാണോ ഇറച്ചിക്കറി വയ്ക്കുന്നത്? അപ്പുറത്തെ ഗോമതി ചേച്ചിയുടെ വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അവിടുത്തെ ഇറച്ചിക്കറി എന്തോ ഇറച്ചിക്കറിയായിരുന്നെന്ന് അറിയാമോ? ഉടനെ നമ്മളെന്തോ പറയും? നമ്മളങ്ങനെ പറയത്തുള്ളൂ. എങ്കിൽ പിന്നെ പുള്ളി ഗ്രീൻ സിഗ്നൽ കിട്ടാൻ കാത്തിരിക്കുകയാണ്. നമ്മൾ ഉടനെ തന്നെ തിരിച്ചു പറയണം, എങ്കിൽ നിങ്ങളുടെ ഹൃദയം കൈയടക്കുന്ന രീതിയിൽ പുതിയ ചിക്കൻ കറി വച്ച് തന്നിട്ട് കാര്യമുള്ളൂ, നമ്മൾ പിന്മാറരുത് അല്ലേ? അപ്പം ഇതിനകത്തോടെ ഇതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എവിടെയാണോ നമ്മൾ പരാജയപ്പെടുന്നത് അവിടെ നമ്മൾ പിടിച്ചു വെച്ചിട്ട് പറയണം, എങ്കിൽ ഞാൻ ഇനി മുന്നോട്ട് പോകും. അവിടെയാണ് നമുക്ക് ശരിയായി ഈ നേട്ടങ്ങൾക്ക് വില കൊടുക്കുക. അപ്പോൾ ഇത് കുട്ടികൾ നമ്മുടെ വീട്ടിൽ ഇത് പരിശീലിച്ചു തുടങ്ങണം. കുട്ടി ഉടുപ്പിട്ടു, ഇവിടെ ഒരു കുട്ടി ഉടുപ്പിടുകയാണ്, ഒരു കൈ മാത്രമേ ഇട്ടുള്ളൂ, അടുത്ത കൈ ഇടാൻ പറ്റുന്നില്ല. നമ്മൾ ആദ്യം എന്തോ പറയേണ്ടത്? പതുക്കെ സമാധാനത്തിൽ നോക്കിയൊക്കെ ഇടണം. വേറെ ഒരു കൈയെങ്കിലും ഇട്ടല്ലോ, വെരി ഗുഡ്. ഇവിടുത്തെ ടീച്ചറാകാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട്. വെരി ഗുഡ്. ഒരു കൈയെങ്കിലും നീ ഇട്ടല്ലോ, അത് മതി. ബാക്കി 1 മാസം കഴിഞ്ഞായിരിക്കും അടുത്ത കൈ ഇടുന്നത്. സാധാരണ കുട്ടികൾ ഒറ്റ ദിവസം കൊണ്ട് പഠിക്കും. പക്ഷേ ഈ കുട്ടി ആദ്യം ഒരു കൈ ഇട്ടു, 1 മാസം കൊണ്ട് ഒരു കൈ ഇടാനെങ്കിലും പഠിച്ചല്ലോ, അത് മതി. അടുത്ത 1 മാസം കൊണ്ട് അടുത്ത കൈയും കൂടെ ഇട്ടിട്ട് അതിൻ്റെ അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് ഈ ബെന്നിനൊന്ന് താഴ്ത്തിയിടാൻ പഠിച്ചു. 1 വർഷം കൊണ്ട് ഇവൻ ഡ്രസ്സ് ഇടാനെങ്കിലും പഠിച്ചത് നല്ല കാര്യം. ഇവിടെ പഠിത്തമുള്ള പിള്ളേർക്ക് നേരെ എന്ത് ഇടണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് നമ്മുടെ പിള്ളേർ അത്യാവശ്യം ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രോത്സാഹനം കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ആകും എന്നുള്ളതാണ്. എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ള ഒരു സാധനമാണ് ഈ പരിഗണനയും അതുപോലെ തന്നെ നേട്ടങ്ങളെ വിലമതിക്കുക എന്നുള്ള കാര്യം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ പറയേണ്ട കാര്യം, ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യമാണ് പ്രോത്സാഹനം വളരെ അത്യാവശ്യമാണ്. ഈ നമ്മുടെയൊക്കെ ബ്രെയിനിൽ, നമ്മുടെ എല്ലാവരുടെയും തലച്ചോറിൽ ഡോപ്പമിൻ, സിറട്ടോൺ, നോറെപ്പിനെഫ്രിൻ, അഡ്രിനാൽ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് രാസവസ്തുക്കളുണ്ട്. ഇതിൻ്റെ ഏറ്റക്കുറച്ചിലാണ് നമ്മൾ എങ്ങനെ ഹാപ്പി ആയിരിക്കുന്നതെന്ന് അറിയുന്നത്. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്തെങ്കിലും മനസ്സിനൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം നിങ്ങളുടെ ഉള്ളിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്തോ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യം സംഭവിച്ചു, അത് ചിലപ്പോൾ ബസ്സിൽ കയറുമ്പോൾ അതിൻ്റെ ബാക്കി ചിലപ്പോൾ അറിയാതെ വന്നു പോകും. ഇവിടെ വന്നിരിക്കുമ്പോഴും ചിലപ്പോൾ വന്നു പോകും. ചായ കുടിക്കുമ്പോഴും ചിലപ്പം ചായയിലെങ്ങാനും ഒരു മധുരം കുറവെങ്കിൽ ആ ചായ ഇട്ട ആളെ ഉടനെ നമ്മൾ ഓർക്കും. നന്ദി പറയാനൊന്നുമല്ല, കാരണം ഇതാണ് വീട്ടിൽ തുടങ്ങിയ ഈ സാധനം പതുക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് പക്ഷേ ഏത് കണക്ട് ചെയ്യുന്ന സാധനത്തെ കട്ട് ചെയ്ത് കളയാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം എന്നുള്ള ഒരു പ്രോത്സാഹനമാണ്. ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും ബസ്സിൽ കയറി, നേരത്തെ പറഞ്ഞ അതേ നെഗറ്റീവ്, ബസ്സിൽ കയറിയപ്പോഴത്തേക്കും ഫുൾ തിരക്കാണ്, നിന്നേ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെയും നമ്മൾ ഉടനെ തന്നെ ഈ ബസ് ആരാണ് ഇപ്പോഴത്തെ മറ്റേ മന്ത്രി ആരാണ്? ഗണേഷ് കുമാർ സാർ. അദ്ദേഹത്തിന് വേറെ ഒരു ജോലിയും ഇല്ല. ഇവിടെ മനുഷ്യൻ ഇവിടെ നിന്നാണ് പോകുന്നത്. അവിടെ നിന്ന് വന്ന് ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്കാണ് റോഡ് മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത മന്ത്രിയെ കുറ്റം പറയും. അവിടെ നിന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ വന്നിരുന്നപ്പോൾ ഉടനെ തന്നെ കറണ്ടും പോയി. ബാക്കി പറ. കറണ്ട് പോയപ്പോൾ പിന്നെ അതിൻ്റെ മന്ത്രിയെക്കുറിച്ച് കുറ്റം പറഞ്ഞിരിക്കുമ്പോഴാണ് ചായ വരുന്നത്. ചായ വരുമ്പോൾ ചായയിൽ മധുരവും ഇല്ല, പിന്നെ അതുപോലെ തന്നെ ഇത് ചൂടുമില്ല. അപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഉള്ള ആളെയും കുറ്റം പറയും. ഇതിനിടയ്ക്ക് എങ്ങാനും ഒരു ഇതിനിടയ്ക്ക് ഒരാൾ നിങ്ങളെ കണ്ടിട്ട് പറയണം, നിങ്ങളുടെ പുഞ്ചിരി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ആ ഒരൊറ്റ സാധനം മതി ഇത്രയും നെഗറ്റീവ് അങ്ങ് കട്ടാകാൻ. നിങ്ങളുടെ സാരി വെരി ഗുഡ്. അതാണ് കാരണം. ശരിയാ, അതൊരു ഫീമെയിൽ സൈക്കോളജിയാണ്. നിങ്ങളുടെ സാരി കൊള്ളാമായിരുന്നു എന്നുള്ള ഒറ്റ വാക്ക് മതി ഇത്രയും ഇതുള്ള നെഗറ്റീവ് അങ്ങ് കട്ടാകാൻ. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ സഹജീവികൾക്കും തൊട്ടടുത്തുള്ള ആളുകളെ പോലും
ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും അവരുടെ മനസ്സിനുണ്ടാകുന്ന വിഷമത്തെ ഒന്ന് കട്ട് ചെയ്യാനും സാധിക്കുമെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എത്രയധികം, നമ്മുടെ കുട്ടികൾ സത്യം പറഞ്ഞാൽ നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളാണ്. ഈ കുട്ടികളുടെ ഈ പിരിവിരിപ്പ് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, എടാ ഇവനൊരു അപാര ബുദ്ധി തന്നെ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ അതിൻ്റെ മറുഭാഗം എന്നുള്ളത് വളരെ നിഷ്കളങ്കരായ കുട്ടികളാണ്. മനസ്സിലൊന്നും വച്ച് പെരുമാറുന്നവരല്ല നമ്മുടെ കുട്ടികൾ. നമ്മൾ നേരെ തിരിച്ചാണ്. നമ്മൾ 1.5 വർഷം കഴിഞ്ഞാലും മറക്കുമോ? നമ്മൾ മറക്കത്തില്ല. നമ്മുടെ പിള്ളേർ നമ്മൾ എടാ അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാലും തൊട്ടടുത്ത് വീണ്ടും ടീച്ചറേ എന്ന് പറഞ്ഞിങ്ങനെ കെട്ടിപ്പിടിക്കാൻ വരും. നിഷ്കളങ്കരായ കുട്ടികളാണ്. ഈ നിഷ്കളങ്കരായ കുട്ടികളെ നമ്മൾ ശരിയായിട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികളുടെ ആ ബ്രെയിനിൽ ചില പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇന്ന് മുതലൊന്ന് പരിശീലിച്ച് നോക്കുക. അതായത് എന്തെങ്കിലും പോസിറ്റീവ്സ്, എന്നും എന്തെങ്കിലും പ്രോത്സാഹനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഈ നെഗറ്റീവ് സ്ഥിരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. എന്തെന്നറിയാമോ? നെഗറ്റീവ് ചില വീടുകളിൽ കയറി പോകുമ്പോൾ അറിയാം, അധിക സമയം ഇരിക്കാൻ തോന്നത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലയിടത്ത് പോയി കഴിഞ്ഞാൽ ആശ്വാസം, ഇന്ന് ഇവിടെ വന്നിരുന്നപ്പോൾ മനസ്സിന് എന്തോ ഒരു കുളിർമ. ചില വീട്ടിൽ കയറി പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇറങ്ങി അങ്ങ് ഓടാൻ തോന്നും. ചിലയിടത്ത് സംസാരിക്കാൻ തോന്നത്തില്ല. കാരണം എല്ലാം നെഗറ്റീവാണ്. പക്ഷേ നമ്മൾ പരമാവധി പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഈ നെഗറ്റീവുകളെയും പോസിറ്റീവ് ആക്കാനായിട്ട് നമ്മൾ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് ആ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ഒരു പരിധിവരെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കുട്ടികളെ തീർച്ചയായിട്ടും ബാധിക്കും എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം എന്നുള്ളത്, മക്കൾ തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. ഈ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൂടെ പറയണം. നമുക്ക് 2 കുട്ടികൾ കാണും. അതിലൊരു കുട്ടി സാധാരണ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കും, മറ്റൊരു കുട്ടി ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് ചിന്തിച്ചോ. നോർമലി നമ്മുടെ ബ്രെയിനിന് വരാൻ സാധ്യതയുള്ള കാര്യം എന്നുള്ളത്, അവൻ അങ്ങനെ ചെയ്യുന്നു, അയ്യോ ഇവൻ മാത്രം ഇങ്ങനെയായിപ്പോയി. ഈ വാക്കിനി ഉപയോഗിക്കുകയേ ചെയ്യരുത്. അയ്യോ എനിക്കൊരു ഇങ്ങനെ ഒരു കുട്ടി ഉണ്ട് എന്നൊന്ന് പറയുകയേ ചെയ്യരുത്. അതിന് നേരെ തിരിച്ച് വേണം പറയാൻ, എനിക്കൊരു സ്പെഷ്യൽ ചൈൽഡ് ഉണ്ട്, എനിക്കൊരു പ്രത്യേകതയുള്ള കുട്ടിയുണ്ട്, പ്രത്യേക കഴിവുള്ള കുട്ടിയുണ്ട്. അപ്പോൾ താരതമ്യം ഒഴിവാക്കുക. ഇവിടെ ഇരിക്കുന്ന നമ്മളാരും ഒരുപോലെയല്ല. ആണോ അല്ലയോ? ഒരുപോലെയല്ല. നമ്മളെല്ലാം ഒരുപോലെ ഇരുന്നാൽ വല്ല രസമുണ്ടോ കാണാൻ? അത് തന്നെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഒരു രസം കാണത്തില്ല. ലോകത്തിലെ എല്ലാ പൂക്കളും ഒരുപോലെ ഇരിക്കുന്നു. അതായത് റോസാപ്പൂ മാത്രമേ ലോകത്തിലുള്ളൂ, അതും ചുവന്ന റോസാപ്പൂ മാത്രം. അങ്ങനെയാണെങ്കിൽ പൂവിൻ്റെ ബ്യൂട്ടി തന്നെ അങ്ങ് പോയി. ഇത് വ്യത്യസ്ത പൂക്കൾ, അതിൻ്റെ കളർ വ്യത്യാസം, അതിൻ്റെ രീതി വ്യത്യാസം. നമ്മുടെ വീട്ടിൽ വളരുന്ന കോഴി തന്നെ 5 കോഴി ഉണ്ടെങ്കിൽ 5 ടൈപ്പാണ്. ആണോ അല്ലയോ? 5 ഒരുപോലെ ഇരുന്നാൽ നമ്മൾ ഏത് കോഴിയാണ് ഇന്നലെ വന്ന് ഇവിടെ അലമ്പ് കാണിച്ചിട്ട് പോയത് നമുക്ക് ഒരു പിടുത്തവും കിട്ടത്തില്ല. അപ്പോൾ എല്ലാം വ്യത്യസ്തതകളാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികൾ വ്യത്യസ്തരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ വേറൊരു കുട്ടിയായിട്ട് താരതമ്യം ചെയ്യുകയേ ചെയ്യരുത്. ഞാൻ ഈ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച ഒരു കാര്യം പറയാം. എൻ്റെ പഠനത്തിൽ സിംഹഭാഗവും ഞാൻ അമേരിക്കയിലായിരുന്നു, US-ലാണ് എൻ്റെ പഠനം മുഴുവൻ. അവിടെ പോയപ്പോഴും അവിടുത്തെ മലയാളികൾ ഉൾപ്പെടെ എന്നോട് പറഞ്ഞ ഒരു കാര്യം, ഈ പാരൻറ്റിങ്ങിൻ്റെ ക്ലാസ് എടുക്കാൻ മുമ്പ് അവരിങ്ങോട്ട് പറയുന്ന ഒരു കാര്യം, സാറേ ഇവിടെ വന്ന് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന മലയാളികളുണ്ട്, അവരുടെ മക്കളൊക്കെ ഇംഗ്ലീഷുകാരെ പോലെയാണ് താമസിക്കുന്നത്, എന്നാലും നമ്മുടെ കേരളത്തിൻ്റെ അതേ സ്വഭാവം ഇവിടെ ഉണ്ട് സാറേ. അതെന്താണ്? താരതമ്യം. അവിടെയും ഈ താരതമ്യം ഭയങ്കരമാണ്. അടുത്ത ആളുടെ വീട് 2 നില, എങ്കിലും 3 നില വച്ചിട്ടേ ഉള്ളൂ കാര്യം. അടുത്തവൻ്റെ കാറ് ഓടി, എങ്കിൽ ഞാൻ ചാടുന്ന കാറേ വെച്ചിട്ടുള്ളൂ കാര്യം. എല്ലാത്തിലും താരതമ്യം. അത് ഭയങ്കരമായിട്ട് നമ്മുടെ മലയാളികളുടെ ഇടയ്ക്ക് അല്പം കൂടുതലാണോ എന്ന് സംശയം തോന്നി. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നമ്മുടെ കുട്ടികളെ താരതമ്യം ചെയ്യരുത്. ഒരു കാരണവശാലും നമ്മുടെ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ തമ്മിൽ താരതമ്യം ചെയ്യരുത്. അതുപോലെ തന്നെ പ്രായം വെച്ച് താരതമ്യം ചെയ്യരുത്. ഇവരുടെ കഴിവുകൾ വെച്ച് താരതമ്യം ചെയ്യരുത്. ഇപ്പം നേരത്തെ തന്നെ ഞാൻ നിങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമാണ്, എല്ലാവർക്കും ചിക്കൻ കറി വയ്ക്കാനായിട്ട് അവസരം തരും, പക്ഷേ എല്ലാവരുടെയും ചിക്കൻ കറി വ്യത്യാസമാണ്. ഒരിക്കൽ പോലും ആരുടെയും ചിക്കൻ കറി ഒരേ ടേസ്റ്റ് ഉള്ളത് ആകത്തില്ല. അപ്പോൾ വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ രീതികളിൽ വ്യത്യാസമുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരുത്തൻ നേരത്തെ എഴുന്നേൽക്കുന്നു, അടുത്തവൻ അല്പം താമസിച്ച് എഴുന്നേൽക്കത്തുള്ളായിരിക്കും, കുഴപ്പമില്ല. അപ്പോൾ എല്ലാത്തിലും വ്യത്യസ്തരാണ് എന്നുള്ള ഒരു കാര്യം. അടുത്ത കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം, ഈ മറ്റു മാതാപിതാക്കന്മാരുടെ മാതൃകകൾ വെച്ച് നമ്മുടെ പാരൻറ്റിങ്ങിനെ ഇത് ചെയ്യരുത്. അതായത് ഉദാഹരണം ഇത്രയേ ഉള്ളൂ, മറ്റേ കുട്ടിയുടെ പാരൻസ് ആ കുട്ടി അങ്ങനെയാണ് നോക്കുന്നത്, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെയും ചിന്തിക്കരുത്. അപ്പുറത്തെ ചേട്ടൻ്റെ വീട്ടിൽ അവർ ആ കുട്ടിയെ വളർത്തുന്നത് ഇങ്ങനെയാണ്, പക്ഷെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്നും ചിന്തിക്കരുത്.
കുട്ടികളെയും തമ്മിൽ താരതമ്യം ചെയ്യരുത്, നമ്മുടെ സ്റ്റൈലും അവരുടെ സ്റ്റൈലും തമ്മിൽ താരതമ്യം ചെയ്യരുത്. കാരണം നമ്മൾ വ്യത്യസ്തരാണ്, അവർ വ്യത്യസ്തരാണ്. അവർ വളർന്ന സാഹചര്യം, അവരുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം, അവരുടെ കുടുംബത്തിന് കിട്ടുന്ന ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് കിട്ടുന്ന പശ്ചാത്തലം വേറെ, നമ്മുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം വേറെ. അവരുടെ കുടുംബത്തിൻ്റെ സംസ്കാരം വേറെ, നമ്മുടെ സംസ്കാരം വേറെ. അവരുടെ വിശ്വാസം വേറെ, നമ്മുടെ വിശ്വാസം വേറെ. അങ്ങനെ എല്ലാം വ്യത്യസ്തരാണ്. അതുകൊണ്ട് മറ്റേ കുട്ടിയുടെ പാരൻസ് ഇങ്ങനെയാണ്, നമ്മൾക്ക് മാത്രം ഇങ്ങനെയല്ല എന്നും ഒരിക്കലും നമ്മുടെ മനസ്സിൽ ചിന്ത പോലും വരാതിരിക്കുക. കാരണം ഈ താരതമ്യം കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല എന്നുള്ളതാണ്. അതാണ് ഒരു കാര്യം. മറ്റൊരു കാര്യം എന്നുള്ളത് ഓരോ കുടുംബത്തിനും അതിൻ്റെതായ പശ്ചാത്തലങ്ങളും രീതികളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഹോട്ടലിൽ തന്നെ പോകുമ്പോഴത്തേക്കും എല്ലാ ഹോട്ടലും വ്യത്യസ്തമാണ്. ഈ ഹോട്ടൽ പോലെയല്ല ആ ഹോട്ടൽ പോലെയല്ല മറ്റേ ഹോട്ടൽ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഇത് വെച്ച് മറ്റൊന്നിനെ താരതമ്യം ചെയ്യരുത്. നിങ്ങളെല്ലാം യുണീക്കാണ്, നിങ്ങൾക്കെല്ലാം അപാര കഴിവുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നോക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. ഒരു കഴിവുമില്ലാതെ ആരും ഈ ഭൂമിയിൽ ജനിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അടുത്ത കാര്യം എന്നുള്ളത് പ്രത്യേകതയുള്ള മറ്റു കുട്ടികളെയും തമ്മിൽ താരതമ്യം ചെയ്യരുത്. അതായത് നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ കുട്ടികളെ കാണും, നമ്മുടെ കുട്ടികളുടെ അതേ ക്ലാസ്സിൽ മറ്റു കുട്ടികളെയും കാണും. അപ്പോൾ നമ്മൾ പറയും എൻ്റെ കുട്ടിയും ആ കുട്ടിയും ഒരേ സമയത്താണ് സ്കൂളിൽ ചേർത്തത്, പിന്നെ എൻ്റെ കുട്ടിയും ആ കുട്ടിയും ഒരേ പ്രശ്നമുള്ള ആളാണ്. ചിലപ്പോൾ രണ്ടുപേരും ഓട്ടിസം ആയിരിക്കും, പക്ഷെ ആ ഓട്ടിസമുള്ള കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, എൻ്റെ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കരുത്. കാരണം ഓട്ടിസത്തിൽ തന്നെ 4 or 5 വെറൈറ്റീസ് ഉണ്ട്. ഇനി ബൗദ്ധികമായ ഈ വളർച്ചയുമായി ബന്ധത്തിൽ തന്നെ ധാരാളം പ്രത്യേകതകളുണ്ട്. ഏതാണ്ട് 100ഓളം മാനസിക വൈകല്യ പ്രശ്നങ്ങളുണ്ടെന്നാണ് ICD ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഡിസീസ് പറയുന്ന F കാറ്റഗറിയിൽ ഏതാണ്ട് 100ഓളം പ്രശ്നങ്ങളുണ്ട്. അതിലൊന്ന് മാത്രമാണ് നമ്മുടെ കുട്ടിക്കുള്ള പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ ഈ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടിയെയും മറ്റു കുട്ടികളുടെയും മികവിനെയും കുറിച്ച് താരതമ്യം ചെയ്യരുത്. ഓരോ കുട്ടിയുടെയും രീതികൾ വേറെ. രണ്ടുപേരും ഒരേ പ്രായത്തിലായിരിക്കും, പക്ഷെ ഒരു കുട്ടിക്ക് എഴുതാൻ അറിയാം, എൻ്റെ കുട്ടിക്ക് എഴുതാൻ അറിയത്തില്ല. അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് ചിന്തിക്കരുത്. നമ്മുടെ കുട്ടിക്കുള്ള സ്കില്ല് ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്കില്ലായിരിക്കും. നിങ്ങളുടെ കയ്യിൽ 5 വിരലുണ്ട്. 5 വിരൽ ഇത് ഒരുപോലെ ഇരിക്കുന്ന എത്ര വിരലുണ്ട്? ഒന്നുമില്ല. നമുക്ക് 2 കണ്ണുണ്ട്. 2 കണ്ണും ഒരേ രീതിയിലാണോ? അല്ല. ഈ കണ്ണിൻ്റെ ബയോമെട്രിക് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ 2 കണ്ണും വ്യത്യസ്തമാണ്. ഇനി നമ്മുടെ ഇതെടുത്തു കഴിഞ്ഞാൽ തമ്പ്, വലത് കൈ ഇടത് കൈ 2 വ്യത്യസ്തമാണ്. നമ്മുടെ തലമുടി ഒരുപോലെയാണോ? അല്ല. നമ്മുടെ ശരീരത്തിൽ പോലും ഒന്നും ഒരുപോലെയുള്ള ഒന്നുമില്ല. നമ്മുടെ സ്വഭാവം പോലും ഒരുപോലെ അല്ല. ചില ഭർത്താവ് ഭാര്യ എടുത്ത് പറയും, എടി നിൻ്റെ സ്വഭാവത്തിന് ഇപ്പോൾ ഭയങ്കര മാറ്റം. ഉടനെ ഭാര്യ ഭർത്താവിൻ്റെ പറയും, നിങ്ങളുടെ സ്വഭാവം പണ്ടേ മാറ്റമാണ്. പിള്ളേരുടെ വളർച്ചയിൽ നമ്മൾ ഇടയ്ക്ക് പറയല്ലോ, എടാ ഇവൻ്റെ സ്വഭാവം മാറി വരുന്നല്ലോ. മാറിക്കൊണ്ടിരിക്കും. ലോകം മാറുന്നതിനനുസരിച്ച്, രീതികൾ മാറുന്നതിനനുസരിച്ച്, സംസ്കാരം മാറുന്നതിനനുസരിച്ച്, കാര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് വളരെ മാറ്റങ്ങളുണ്ട്, എല്ലാ മേഖലയിലുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും നമുക്ക് തന്നെ അറിയാം, നമ്മുടെ സമൂഹത്തിലുള്ള ഇപ്പോഴുള്ള മാറ്റങ്ങൾ കണ്ടാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോവുകയാണ്. ആണോ അല്ലയോ? നമ്മൾ പഠിച്ചിരുന്ന കാലഘട്ടം പോലെ അല്ല, നമ്മൾ പഠിച്ചിരുന്ന കലാലയത്തിലെ രീതികളല്ല ഇന്ന്. പണ്ടൊക്കെ അധ്യാപകർ കുട്ടികളെ ഒരു നോട്ടം നോക്കിയാൽ മതി, പിള്ളേർ അവിടെ നിൽക്കും. ഇന്ന് പിള്ളേർ ഒരു നോട്ടം നോക്കിയാൽ അധ്യാപകർ അവിടെ നിൽക്കും. പിന്നെ അധ്യാപകൻ തീരുമാനിക്കും ഇന്ന് ഇനിയിപ്പോൾ ലീവ് എടുക്കണോ അതോ വോളണ്ടറി റിട്ടയർമെൻറ്റ് കൊടുക്കണോ എന്ന്. കാരണം പിള്ളേരുടെ നോട്ടം ആ ടൈപ്പ് നോട്ടമാണ്, ഒരു രക്ഷയുമില്ല ഇന്നത്തെ തലമുറകളെ. അപ്പോൾ മാറ്റങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ആ മാറ്റങ്ങൾ വച്ച് തന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിവുകളും അതുപോലെ തന്നെ സാധ്യതകളും വ്യത്യസ്തമാണ് എന്നുള്ളത് കൊണ്ട് കുട്ടികളുടെ രീതിയും എല്ലാം വ്യത്യസ്തമാണ്. നമ്മുടെ കുട്ടി ഭയങ്കര സ്പെഷ്യലാണ്. ഇതാണ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. മറ്റൊരു കാര്യം, ഈ തീരുമാനങ്ങളിൽ ഭാര്യയും ഭർത്താവ് എപ്പോഴും ഒരുമിച്ചായിരിക്കണം. ഈ ഫാമിലിയുടെ ചില കാര്യങ്ങളിലൂടെ ഇതിനകത്തുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ നമ്മുടെ സ്പെഷ്യൽ കുട്ടികളുടെ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. മിക്കവാറും ഭർത്താവ് ഒരു അഭിപ്രായം പറയും, ഭാര്യ ഒരു അഭിപ്രായം പറയും. അത് കാരണം ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. ഇത് ചിലപ്പോൾ കുട്ടിയെ ബാധിക്കും. സാധാരണ നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ഒരു ആശയ പൊരുത്തക്കേട് വരികയാണ്. ഭർത്താവ് പറയാണ് അങ്ങനെയല്ല, അല്ല ഭാര്യ പറയാണ് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ സംസാരിക്കുന്ന കുട്ടികൾ കേൾക്കും. അപ്പോൾ കുട്ടികൾ വന്ന് അഭിപ്രായം പറയാൻ നിൽക്കും. ഉടനെ നമ്മൾ പറയുന്ന ഒരു ഡയലോഗുണ്ട്, എന്താണ്? എടാ നീ പോയിരുന്ന് പഠിയടാ, പിന്നെ വലിയവരുടെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പറയും. പക്ഷേ ആ വലിയവരുടെ കാര്യത്തിൽ ഇടപെടാൻ ഇവൻ വരുന്നതിൻ്റെ കാരണം എന്താണ്? ഞാൻ ഈ വീട്ടിലെ അംഗമാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ്.
ഞാൻ ഈ വീട്ടിലെ അംഗമാണ്, അതുകൊണ്ടാണ് അവൻ ഇടപെടാൻ വരുന്നത്. ഉടനെ നമ്മൾ പറയണം പോയതില്ലടാ നീ ഒന്നും ഇടപെടരുത് എന്ന് പറയുകയേ ചെയ്യരുത്. കുട്ടിക്ക് അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും. ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ വീട്ടിലും. മാതാപിതാക്കന്മാർ തമ്മിലുള്ള ഐക്യത വളരെ പ്രധാനമാണ്. മാതാപിതാക്കന്മാരുടെ മാനസികമായിട്ടുള്ള നില കുട്ടിയുടെ മാനസിക നിലയുമായിട്ട് കണക്റ്റഡ് ആണ്. അത് ഭയങ്കര പ്രധാനമാണ്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്ത, നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ എനിക്ക് നിങ്ങളെ പരിചയമില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ മൂഡ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സ്ഥിതി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളുടെ മുഖം കണ്ടുപോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ സൈക്കോളജിസ്റ്റുമാർക്ക് ഇങ്ങനെ മുഖം കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഒരു 10 മിനിറ്റ് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവും ഒരു അമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ ഏത് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നത്. ഇനി അടുത്ത കാര്യം, നിങ്ങൾ നിങ്ങളുടെ കുട്ടിയോട് ഒന്നും പറയുന്നില്ല, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന പ്രശ്നത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിലും കുട്ടിക്ക് നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാകുമോ ഇല്ലയോ? മനസ്സിലാവും. അതാണ് കണക്ഷൻ. അതിൻ്റെ കാരണം ഈ കുട്ടിക്ക് അമ്മയുടെ ടോണ്, അമ്മ പറയുന്ന രീതി, അമ്മയുടെ മുഖഭാവം അല്ലെങ്കിൽ അച്ഛൻ്റെ മുഖഭാവം ഇതുൾപ്പെടെ കണ്ട് അമ്മ അല്ലെങ്കിൽ അച്ഛൻ, ഉമ്മ ഏതോ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നതെന്ന് കുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ സന്തോഷത്തെയും അതുപോലെ തന്നെ ദുഃഖത്തെയും സമാധാനത്തെയും ഒക്കെ ബാധിക്കുകയും ചെയ്യും. ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും തീരുമാനങ്ങളിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി വീട്ടിലെ പൊരുത്തക്കേടുകൾ ഉണ്ടായാൽ ചിലപ്പോൾ പൊരുത്തക്കേടുകൾ ഉണ്ടാകും. കാരണം 2 അഭിപ്രായക്കാരായിരിക്കും. ഭർത്താവിൻ്റെ അഭിപ്രായമല്ല ഭാര്യയ്ക്ക് ഉണ്ടാകുന്നത്, ഭാര്യയുടെ അഭിപ്രായമല്ല ഭർത്താവിനുണ്ടാകുന്നത്. ഇങ്ങനെ പൊരുത്തക്കേട് ഉണ്ടാകുമ്പോൾ എപ്പോഴും ഒരു കാര്യം ഓർത്തോണം, ഈ പൊരുത്തക്കേടുകൾ തീർച്ചയായിട്ടും കുട്ടികളുടെ പെരുമാറ്റത്തെയും ബാധിക്കും എന്നുള്ളതാണ്. ഈ സാധാരണ കുട്ടികൾ ഈ പണ്ടുള്ളതുപോലെയല്ല. ഈ സാധാരണ കുട്ടികൾ തൊട്ടതിനും പിടിച്ചതിനൊക്കെ അമിതമായിട്ട് ഇങ്ങോട്ട് ചോദ്യം ചെയ്യും. അതെന്തങ്ങനെ, ഇതെന്തങ്ങനെ, എനിക്കെന്തങ്ങനെ ചെയ്തുകൂടെ, എനിക്കെന്ത് ഇത് ചെയ്തുകൂടെ. നമ്മുടെ കാലത്ത് നമ്മൾ ചോദിക്കുമായിരുന്നോ? നമ്മുടെ മാതാപിതാക്കന്മാരുടെ അടുത്ത് എനിക്കെന്തങ്ങനെ ചെയ്തുകൂടെ, ഞാൻ ഇപ്പം കാണിച്ചു തരാം, ഇങ്ങോട്ട് വാ എന്ന് നമ്മൾ ആരെങ്കിലും അച്ഛൻ്റെ തുറയോ? ഇല്ല, അച്ഛൻ്റെ അമ്മയുടെ തുറയത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കൂസലും ഇല്ലാതെ പാരൻസിനോട് പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തോ കാരണമെന്നറിയാമോ? അതിൻ്റെ ഒരു കാരണം എന്നുള്ള ഈ മാതാപിതാക്കന്മാർ തമ്മിലുള്ള പൊരുത്തക്കേട് കുട്ടികൾ കേട്ട് പഠിച്ചു തുടങ്ങി. അച്ഛൻ ദേഷ്യം വരുമ്പോൾ എന്താണ് അമ്മയെ ചെയ്യുന്നത്? ഇപ്പോൾ കുട്ടിക്ക് മനസ്സിലായി, ദേഷ്യം വരുമ്പോൾ അച്ഛൻ കൈ മുറുക്കി ഇടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേഷ്യം വന്നാൽ എങ്ങനെയാണ് അത് പ്രകടിപ്പിക്കണമെന്ന് കുട്ടി പഠിച്ചു. ഇനി ദേഷ്യം വരുമ്പോൾ അമ്മ അച്ഛനെ തുപ്പുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തുപ്പലാണ് ആക്രമണത്തിന് ഉപയോഗിക്കേണ്ട മാർഗം. അപ്പോൾ ഈ മകൻ അല്ലെങ്കിൽ ഈ മകൾക്കറിയാം ദേഷ്യം വരുമ്പോൾ ഞാനും ഇത് ചെയ്യണം. അപ്പോൾ എന്താണോ കുട്ടി വീട്ടിൽ നിന്ന് പഠിക്കാൻ സാധ്യതയുള്ളത് അത് പതുക്കെ വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. കുട്ടിയുടെ ലൈഫിൽ കുട്ടി കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന അതേ കാര്യങ്ങൾ ചിലപ്പോൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ പൊരുത്തക്കേടുകൾ ഒരു പരിധിവരെ നമ്മുടെ കുട്ടികളുടെ ബിഹേവിയറിനെ ബാധിക്കും എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുക. അതുകൊണ്ട് വീട്ടിലെന്തെങ്കിലും ഒരു പൊരുത്തക്കേടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായാൽ പരമാവധി അത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഇവിടെ തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയി. 4ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ക്ലാസ് എടുക്കാൻ പോയി. 4ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അവിടുത്തെ HM എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങളുടെ ഇവിടുത്തെ പിള്ളേർക്കൊരു ദുശീലമുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ് ദുശീലം? അത് സാറ് ക്ലാസ് എടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് പറയണേ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ശരി പറയാം, എന്താണ് ദുശീലം എന്ന് ചോദിച്ചു. ഇവിടെയുള്ള പിള്ളേർ മുട്ടൻ ചീത്ത വിളിക്കും. ചീത്ത എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അതായത് നമ്മുടെ രാമലിംഗം പിള്ളയുടെ ഡിക്ഷണറിയിലൊന്നും ഇല്ലാത്ത വാക്കുകൾ, അതിനാണ് ഈ ചീത്ത എന്ന് പറയുന്നത്. അപ്പോൾ രാമലിംഗം പിള്ളയുടെ ഡിക്ഷണറിയിലൊന്നും ഇല്ലാത്ത വാക്കുകൾ ഈ പിള്ളേർ ദേഷ്യം വരുമ്പോൾ വിളിക്കും സാറേ. ഇവിടുത്തെ സ്കൂളിലെ സ്ഥിരം പരിപാടിയാണ്, അതുകൊണ്ട് ഈ പിള്ളേരെ ഒന്ന് പറഞ്ഞ് ശരിയാക്കണം. 4ാം ക്ലാസ്സിന് താഴെയുള്ള പിള്ളേരാണെന്ന് ഓർത്തോണം. അപ്പോൾ ഏതാണ്ട് 250 കുട്ടികളുണ്ട് ആ സ്കൂളിൽ. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്കൂളായതുകൊണ്ട് ഈ സ്കൂളിൽ നല്ല വാക്കുകളെ ഉപയോഗിക്കാവൂ, മോശം വാക്കുകൾ ഉപയോഗിക്കരുതെന്നൊക്കെ പറഞ്ഞ് വന്ന കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, ചീത്ത പറയാൻ അറിയുന്ന ഒരു കൈവെക്കാൻ പറഞ്ഞു. അപ്പോൾ പിള്ളേർ വിചാരിച്ചു ഇപ്പം തന്നെ മുട്ടായി കിട്ടുമെന്ന്. പറഞ്ഞ് ഇവരെല്ലാം കൈവെക്കി. അപ്പോൾ ഇതിൽ മൂത്തവനെ കണ്ടുപിടിക്കണമല്ലോ, ഏറ്റവും കൂടുതൽ ഈ ഇതിൽ ഡിഗ്രി എടുത്തവനെ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഒരു 50 എണ്ണം പറയാൻ അറിയുന്ന ഒരു കൈവെക്കാൻ പറഞ്ഞു. 50 ചീത്ത പറയാൻ അറിയുന്ന ഒരു കൈവെക്കാൻ പറഞ്ഞു. അപ്പോൾ ഏതാണ്ട് ഒരു 10-12 പിള്ളേർ കൈവെക്കി നിർത്തിക്കുക. 50 ചീത്ത കാണാതെ അറിയാം. ഓർത്തോണം, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇതിൽ ഒന്നാമനെ കണ്ടെത്തണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ശരി, 60 അറിയുന്ന ഒരു കൈവെക്കാൻ പറഞ്ഞു.
അപ്പോൾ 60 പറഞ്ഞപ്പോൾ ഒരു 4-5 പിള്ളേർ കൈ താഴ്ത്തിയിട്ടു, ബാക്കി ഒരു 7-8 പിള്ളേർ കൈവക്കിയിരിക്കുകയാണ്. 60 എണ്ണം അറിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ അവസാനമായിട്ട് അങ്ങുമില്ല എങ്ങുമില്ല 75 എണ്ണം അറിയുന്ന ഒരു കൈവക്കാൻ പറഞ്ഞു. ഉടനെ ഒരു 3 പിള്ളേർ കൈവക്കി നിൽക്കുകയാണ്. 75 എണ്ണം പിള്ളേർക്ക് കാണാതെ അറിയാം. പക്ഷെ എന്നെ ഏറ്റവും അതിശയിപ്പിച്ചെന്തോന്നറിയാമോ? ഒരു കൊച്ചു പെൺകുട്ടി ഫ്രണ്ടിലിരുന്ന് കണ്ണടച്ചിട്ട് അതെന്താണ് പരിപാടി? ഇതിനേക്കാളും എങ്ങാനും കൂടുതൽ അറിയാമോ എന്ന് ഓർമ്മിച്ച് നോക്കുകയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇത് ഏത് സ്കൂളിലാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ 75 എണ്ണം? ഏതെങ്കിലും സ്കൂളിൽ മലയാള ടീച്ചർ വന്നിട്ട് ഇന്ന് നമുക്ക് കായിൽ തുടങ്ങുന്ന 15 എണ്ണം പഠിക്കാം എന്ന് പറയത്തില്ലല്ലോ, ഇല്ല. അപ്പം ഈ കുട്ടി പഠിച്ച എവിടെ നിന്നാണ്? വീട്ടിൽ നിന്നാണ്. അപ്പോൾ വീട് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടിലെ മാതാപിതാക്കന്മാർ തമ്മിലുള്ള പൊരുത്തക്കേട് കാരണം മാതാപിതാക്കന്മാർ തമ്മിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ കുട്ടികൾ എന്ത് ചെയ്തിരിക്കും? പഠിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ കുട്ടിക്ക്, നമ്മുടെ സ്പെഷ്യൽ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്നുള്ളത് ഇവർക്കറിയത്തില്ല ഈ വാക്ക് പറഞ്ഞാലുള്ള ഗുണമെന്ത് ദോഷമെന്തെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏത് സാഹചര്യത്തിലും ചിലപ്പോൾ എന്ത് ചെയ്യും? ഈ കുട്ടി ഇത് വിളിച്ച് പറഞ്ഞേക്കാം. ഇപ്പോൾ സ്നേഹമുള്ള ഒരാളെ കണ്ടാലും ചിലപ്പോൾ ഇതേ സാധനം വായിന്ന് പുറത്തു വരും. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇത് എങ്ങനെയാടാ ഇത് പഠിച്ചു, എവിടെ നിന്നാ പഠിച്ചു? കാരണം ഇവൻ ചിന്തിക്കുന്ന എന്താണ്? പപ്പയും മമ്മിയും സ്നേഹിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണിത്. അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിലും ശ്രദ്ധിക്കേണ്ട, ഞാൻ പറയുന്നത് ശരിയാണോ അല്ലേ? നമ്മുടെ വീട്ടിൽ പോലും നമ്മൾ സഭ്യമല്ലാത്ത ഉപയോഗിക്കേണ്ട വാക്കുകളല്ലാതെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കുട്ടി സ്വാഭാവികമായിട്ട് അത് പഠിക്കും. അത് കുട്ടി പാട്ടിലൂടെയും ചിലപ്പോൾ ചില ഓട്ടിസം കുട്ടികളുണ്ട്, അവർ എക്കോലാലിയ എന്ന് പറയും. ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ അതേ വാക്ക് തന്നെ ആവർത്തിക്കും. അവരെന്ത് ചെയ്യും? അവർ ഈ ചീത്ത വാക്ക് തന്നെ കണ്ടിന്യൂസ് 150 എണ്ണം പറയും. അപ്പോൾ നമ്മൾക്ക് ഒരു പിടുത്തം കിട്ടത്തില്ല ഇതെവിടെ കട്ട് ചെയ്യണമെന്ന്. അപ്പോൾ പ്രിപ്പയർ ബിഫോർ റിപ്പയർ എന്നാണ്. അതായത് റിപ്പയർ ആകുന്നതിന് മുമ്പ് പ്രിപ്പയർ ആയിരിക്കുക. നമ്മൾ കുട്ടിയെ ഒരു തെറ്റായ കാര്യം പഠിപ്പിച്ചിട്ട് മായ്ച്ച് കളയുന്നതിനേക്കാളും നല്ലത് തെറ്റായ കാര്യം കുട്ടി പഠിക്കാതിരിക്കാനുള്ള ആ പശ്ചാത്തലം ഒരുക്കി കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പോകും. കാരണം ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉള്ള പൊരുത്തക്കേടുള്ള ചില വീടുകൾ കാണും. ചില വീടുകളിലാണെങ്കിൽ, അപൂർവം ചില വീടുകളിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്, നീയല്ലേ പ്രസവിച്ചത്, എങ്കിൽ നീ നോക്കിക്കോ, ഞാൻ പോകുന്നു ടാറ്റ എന്ന് പറഞ്ഞ് ഇദ്ദേഹം ചിലപ്പോൾ അങ്ങ് പോകും. അപ്പോൾ ഈ അമ്മയായിരിക്കും ഈ സ്പെഷ്യൽ ചൈൽഡിനെ കൊണ്ട് കഷ്ടപ്പെടേണ്ടി വരുന്നത്. ചിലയിടത്ത് ഈ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നറിയോ, അമ്മച്ചിമാരുടെ കൊടുത്തിട്ട് ഇവരങ്ങ് പോകും. ഞങ്ങൾക്കിതിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലേ എന്ന് പറഞ്ഞ് ഇവർ അങ്ങനെ പോകുന്ന ചില കേസുകൾ ഞങ്ങളുടെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പച്ചനും അമ്മച്ചിയും കഷ്ടപ്പെടുകയാണ്, ഈ കുട്ടിയെ എങ്ങനെ നോക്കണമെന്ന് അറിയാതെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയാൽ നിങ്ങൾ ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം. ഒറ്റയ്ക്കാണെങ്കിലും എനിക്ക് ഈശ്വരൻ തന്ന ഈ കുഞ്ഞിനെ ഏറ്റവും സ്പെഷ്യലായിട്ട് ഞാൻ കൂടെ നിന്ന് വളർത്തും എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം. കാരണം ഈ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന, ദൈവം തന്നിരിക്കുന്ന ഈ കുഞ്ഞ് അത് ഏത് രീതിയിലും ശരിയായ പരിഗണന കൊടുത്ത് ഞാൻ വളർത്തും എന്നങ്ങ് തീരുമാനിച്ചോളണം. അതുകൊണ്ട് കുട്ടിയെ വളർത്തുന്നത് ഒരു അനുഗ്രഹമായിട്ട് തന്നെ കാണാം. നിങ്ങൾ ഒരു രീതിയിലും നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും ചെയ്യരുത്. ഈശ്വരൻ എനിക്ക് തന്നിരിക്കുന്ന കുട്ടി അതൊരു അനുഗ്രഹമാണ്. ഈ കുഞ്ഞിനെ ഞാൻ വളർത്തും, ഈ കുഞ്ഞിന് ശരിയായിട്ടുള്ള പരിശീലനം നൽകും, ശരിയായ രീതിയിൽ തന്നെ ഞാൻ ഈ കുട്ടിയെ വളർത്തും എന്നുള്ളത് ഉറപ്പുവരുത്തുക. പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ള ഒരു ചിന്ത, ഈ കുട്ടിയെ എത്ര വളർത്തിയാലും ഒരു പരിധി കഴിഞ്ഞ് പറ്റത്തില്ലല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവാം. പക്ഷേ അനന്ത സാധ്യതയാണ്. പണ്ടുള്ള കാലത്തേക്കാൾ ഇന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായിരുന്നാലും അല്ലെങ്കിൽ സാമൂഹികമായിരുന്നാലും ഒക്കെ കുട്ടികൾക്ക് വളരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പക്ഷെ അതൊന്ന് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കിയാൽ, കുട്ടികൾക്ക് ശരിയായ പരിശീലനം കിട്ടുന്ന രീതിയിൽ നമ്മുടെ വീട്ടിൽ നിന്നും ഫുൾ ബാക്കപ്പ്, ഫുൾ സപ്പോർട്ട് പോയി കഴിഞ്ഞാൽ കുട്ടി ചിലപ്പോൾ അനന്ത സാധ്യത എടുക്കും. ഒരു സംശയമില്ല. ഒരു സാധ്യതയും ഇല്ല എന്ന് ചിന്തിക്കുന്ന സമൂഹത്തിലെ പല കുട്ടികളും ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്കറിയാവുന്ന ചിലരാണ്. ടോം ക്രൂസ് എന്ന് പറഞ്ഞ ഇദ്ദേഹം പല ഇംഗ്ലീഷ് സിനിമകളിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. പുള്ളിക്ക് ABCD എഴുതുമ്പോൾ തെറ്റിപ്പോകും. 13 എഴുതിയാൽ B എന്ന് വായിക്കുമായിരുന്നു. അതായത് ഇദ്ദേഹത്തിന് പഠന വൈകല്യമായിരുന്നു, പഠിക്കുന്നതിൽ ഭയങ്കര വീക്കായിരുന്നു. ഒരു സിനിമാ നടിയാണ് സുധാ ചന്ദ്രൻ എന്നുള്ളത്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ TV വിയിലൊക്കെ വരുന്ന ഒരു സിനിമാ നടിയാണ്. പക്ഷേ പുള്ളിക്കാരി സമൂഹത്തിൽ നേടി. അതുപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിജീവിയാണ്. ലോകം കണ്ടിട്ടുള്ള വെച്ച് ഇത്രയും വലിയ ബുദ്ധിജീവി ഈ നാളുകളിൽ ഉണ്ടായിരുന്നോ എന്ന് സംശയം. ആൾ മരിച്ചുപോയി. പക്ഷേ
അദ്ദേഹവും ഇതിന് സമാനമായ, നമ്മുടെ കുട്ടികൾക്ക് സമാനമായ പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടിയായിരുന്നു. അരുണിമ സിംഹ എന്ന് പറയുന്നത് പുള്ളിക്കാരി നല്ലൊരു വോളിബോൾ പ്ലെയർ ആയിരുന്നു. ഒരു ദിവസം യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് കള്ളന്മാരെല്ലാം കൂടെ ഈ പെൺകുട്ടിയെ മോശമായ രീതിയിൽ ഈ പെൺകുട്ടിയെ സമീപിച്ച് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈ പെൺകുട്ടിയെടുത്ത് വെളിയിൽ എറിഞ്ഞ് കളഞ്ഞു, ട്രെയിനിൽ നിന്ന് പുറത്തെറിഞ്ഞ് കളഞ്ഞു. പുറത്തെറിഞ്ഞ് തൊട്ടടുത്ത ട്രാക്കിൽ വീണ് തൊട്ടടുത്ത് വേറൊരു ട്രെയിൻ വന്ന് ഈ പെൺകുട്ടിയുടെ കാലിൽ കൂടെ കയറിപ്പോയി. പക്ഷേ ഈ പെൺകുട്ടി അന്നൊരു കാര്യം തീരുമാനിച്ചു, എന്നാൽ എനിക്ക് കാലില്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് കാലിൽ അതിന് വേണ്ട പരിശീലനം നൽകിയിട്ട് കാലിൽ അതിനുള്ള യന്ത്രമൊക്കെ വെച്ച് പുള്ളിക്കാരി നടന്ന് അവസാനം ഇന്ന് ഇന്ത്യയിലെ എവറസ്റ്റ് കൊടുമുടി കയറി അതിൻ്റെ മുകളിൽ കയറി ഇന്ത്യൻ പതാക പതിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തികളിലൊന്നാണ് ഈ അരുണിമ സിംഹ എന്നുള്ളത്. ഇങ്ങനെ എണ്ണിയെടുത്താൽ പല ആളുകളുണ്ട്. എൻ്റെ അറിവിൽ തന്നെ ഇവിടെ തൊട്ടടുത്ത് ജുജു എന്ന് പറഞ്ഞിട്ടൊരു ഒരു പയ്യനുണ്ട്. അദ്ദേഹത്തെ മിക്കവാറും ഞാൻ എല്ലാ ദിവസവും കാണും. ആ പയ്യൻ വെള്ളം കണ്ടാൽ പേടിയാണ്. പക്ഷേ അധ്യാപകർ ഈ പയ്യനെ വെള്ളത്തിൽ പരിശീലിപ്പിച്ച് അവസാനം ഇദ്ദേഹത്തിന് നല്ലവണ്ണം നീന്താൻ പഠിപ്പിച്ചു. ഇന്ന് പാരാ ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് പോയ പാരാ ഒളിമ്പിക്സിൽ പോയി പങ്കെടുത്ത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോയ ഒരു പയ്യനായിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ ഏത് സ്ഥാപനത്തിലാണോ പഠിച്ചത് അവിടെ തന്നെ ഒരു ചെറിയ ജോലിയും ചെയ്ത് ജീവിക്കുകയാണ്. അനന്ത സാധ്യതയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും കുട്ടികളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ കുട്ടികളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. കുട്ടികൾ ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന കുട്ടികളെ എനിക്ക് ഈശ്വരൻ തന്നതാണ്, സ്പെഷ്യലായിട്ട് ഞാൻ വളർത്തും. ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് കുട്ടികളുടെ ഓരോ കുഞ്ഞു മാറ്റങ്ങൾ പോലും ശരിയായി വീക്ഷിച്ച് ഇനി അടുത്ത് ഈ കുട്ടിക്ക് എന്താണ് പഠിപ്പിക്കേണ്ടത്, അടുത്ത് ഈ കുട്ടിക്ക് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ പഠിപ്പിച്ചാൽ ഈ കുട്ടിയെ അടുത്ത് നെക്സ്റ്റ് മികവിലോട്ട് കൊണ്ടുപോകാം, ഇങ്ങനെ കൃത്യതയോടുകൂടെ കുട്ടികളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലോട്ട് വന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരു കിളി ഇടാൻ പോകുന്ന മുട്ട, ആ മുട്ട സുരക്ഷിതമായിട്ട് ഇടേണ്ട കൂട് എങ്ങനെയാണെന്ന് മാസങ്ങൾക്ക് മുമ്പേ തന്നെ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്ത് തയ്യാറാക്കി അങ്ങനെ ഒരു കൂടുണ്ടാക്കി ആ കൂടിൽ മുട്ടയിട്ട അവസാനം ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞാകുമ്പോഴത്തേക്കും ആ കുഞ്ഞിനെ പറക്കാൻ പരിശീലിപ്പിക്കുന്നത് പോലെ നമ്മുടെ ഓരോ കുട്ടികളും ചിറകുകൾ വെച്ച് പറക്കേണ്ട കുട്ടികൾ തന്നെയാണ്. ഈ സമൂഹത്തിൽ അവർക്ക് സ്ഥാനമുണ്ട്, അവർക്ക് വിലയുണ്ട്. നമ്മുടെ ഓരോ കുട്ടികളും ഈ സ്ഥാനത്തിൽ വിലയുള്ളവരാണ്, ഒരു സംശയമില്ല. അതുകൊണ്ട് ഈ സാമൂഹികമായ കാര്യങ്ങൾ വരുമ്പോൾ കുട്ടികളെയും കൊണ്ട് പോകണമെന്നാണ് ഞാൻ 100 വട്ടം പറയുന്നത്. മിക്കവാറും നമുക്ക് സംഭവിക്കുന്ന ഈ കല്യാണമൊക്കെ വരുമ്പോൾ കുട്ടികളെയും കൊണ്ട് പോകാൻ ഒരു മടി കാണിക്കും. നിങ്ങൾ ഒരു മടിയും കാണിക്കരുത്. ആളുകൾ എന്ത് പറയുന്നു മൈൻഡ് ചെയ്യരുത്. അത് അല്പം ആളുകൾക്ക് വലിയ തലച്ചോറിൽ മറ്റേ സാധനം ഇല്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. മൈൻഡ് ചെയ്യരുത്, അങ്ങ് പോകാൻ പറയണം. നമ്മുടെ കുട്ടി സമൂഹത്തിൽ ഇറങ്ങേണ്ടവരാണ്. കല്യാണങ്ങൾക്ക് കൊണ്ടുപോകണം, നല്ല ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ കൊണ്ടുപോകണം. ചിലപ്പോൾ അവിടെ പോയി അല്പം ബഹളമൊക്കെ ഉണ്ടാക്കുമായിരിക്കും. മൈൻഡ് ചെയ്യരുത് പക്ഷേ ആളുകൾ എന്ത് പറയുന്നുള്ളൂ. പക്ഷേ നമ്മുടെ കുട്ടിയെ സമൂഹത്തിൽ ഓരോ സ്ഥലങ്ങളിൽ ഇറക്കി കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സമൂഹം, ഇങ്ങനെയാണ് ആളുകളോട് പെരുമാറേണ്ടത്, ഇവിടെ പോകുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയുള്ള ഓരോ കുഞ്ഞു കാര്യങ്ങളും പഠിച്ചിട്ട് അവസാനം നമ്മളൊരു പ്രായത്തിലെത്തുമ്പോൾ കുട്ടികൾ രംഗത്തിറങ്ങും, ഒരു സംശയവുമില്ല. അപ്പോൾ അതിനുള്ള ട്രെയിനിങ്ങുകളാണ് നമ്മുടെ കലാലയങ്ങളിൽ നൽകുന്നത്. നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ പറ്റുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രസ് ഒന്ന് പരിശോധിക്കണം. എങ്ങനെയുണ്ട് അവരുടെ വളർച്ച, ഇനി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഞങ്ങൾ കൂട്ടായിട്ട് എന്താണ് ചെയ്യേണ്ടത്, കുട്ടിയുടെ ബുദ്ധിപരമായ കാര്യങ്ങളിൽ അതുപോലെ തന്നെ പ്രവൃത്തിപരമായ കാര്യങ്ങളിൽ എന്തൊക്കെ സഹായങ്ങൾ കൊടുക്കണം. ഇങ്ങനെ ഓരോ കുഞ്ഞു കാര്യങ്ങളിലും കുട്ടികൾക്ക് വേണ്ട പരിശീലനം കൊടുക്കാനായിട്ട് ഇടയാകട്ടെ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഈ ഇത്രയും സമയം കേട്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു സമയമായിട്ട് ഞാൻ തരികയാണ്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ ചിന്തിച്ചത് നമ്മുടെ കുട്ടികളെ ശരിയായ കരുതലിലൂടെ തന്നെ കൊണ്ടുപോകണം. നമ്മുടെ കുട്ടികൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ ബ്രെയിനിൽ തന്നെ വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, കുട്ടികൾക്ക് വലിയ കഴിവൊന്നുമില്ല, പിന്നെ എന്തോ ഒരു വൈകല്യമുള്ള കുട്ടിയാണ്. നമ്മുടെ കുട്ടിക്ക് ഒരു വൈകല്യമില്ല, നമ്മുടെ കുട്ടിക്ക് കഴിവില്ലായ്മയല്ല, എക്സ്ട്രാ കഴിവാണുള്ളത്. അവർ ഏബിൾഡാണ്, പലതും നമ്മളെക്കാൾ ചെയ്യാൻ കഴിവുള്ളവരാണ്. പക്ഷെ അതൊന്ന് ഷെയ്പ്പ് ചെയ്ത് വിടുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ അടിയന്തര സാഹചര്യങ്ങളിൽ ഇവിടുത്തെ അധ്യാപകർ തന്നെ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകും. പക്ഷേ കുട്ടികളുടെ ഓരോ കുഞ്ഞു കാര്യങ്ങളും അതീവ ശ്രദ്ധയോടെ നമ്മൾ കുട്ടികളെ കരുതി പരിപാലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ നമ്മുടെ കുട്ടി എത്തുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. ഓക്കെ, എനി ക്വസ്റ്റ്യൻ, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇതുവരെയും കേട്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ചോദിക്കാം. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ നമ്മുടെ നോർമൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ മൂത്ത ആൾ നോർമൽ സ്കൂളിലായിരിക്കും, നമ്മുടെ കുട്ടി നമ്മുടെ ഇളയ ആൾ സ്പെഷ്യൽ സ്കൂളിലായിരിക്കും. അപ്പോൾ മൂത്ത ആൾക്കും ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കണം. മോനെ
അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അവന് വൈകല്യം ഉള്ളത് കൊണ്ടൊന്നല്ല, അവൻ്റെ ബ്രെയിൻ ഇങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, ഈ രീതിയിലാണ് അവൻ്റെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അല്ലാതെ അവന് നിന്നെക്കാൾ കഴിവ് കുറവുണ്ടോ അല്ലെങ്കിൽ നിനക്ക് കഴിവ് കൂടുതലും അവന് കഴിവില്ലായ്മ എന്നുള്ള ഇതിൽ കൊടുക്കരുത്. അവൻ്റെ വേ ഓഫ് ഫങ്ഷനിങ് ഇങ്ങനെയാണ്, അവൻ്റെ മാനസിക സ്ഥിതി ഇങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് വേണം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ നമ്മുടെ ബന്ധുക്കളൊക്കെ ഇടയ്ക്ക് വീട്ടിൽ വരും. ഈ ബന്ധുക്കൾ വീട്ടിൽ വരുമ്പോൾ അയ്യോ പാവം തന്നെ എന്നൊക്കെ പറഞ്ഞ് അവരൊരു അയ്യോ ഭാവം കാണിക്കും. അപ്പോൾ അവർക്കൊരു മിച്ചറും കൊടുത്ത് പതുക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നതാണ് നല്ലത്, അല്ലേ? അല്ലാതെ വെറുതെ, കാരണം നമ്മുടെ കുട്ടി നല്ല ഏബിൾഡ് ആണെന്നുള്ളത് വേണം പറയാനായിട്ട്. അപ്പോൾ അല്ലാതെ ചിലർക്ക് അങ്ങനെ ഭയങ്കര അയ്യോഭാവം കാണിച്ച് വരുന്ന പേരുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണ് അത്, സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ കുട്ടികൾ സമൂഹത്തിൽ ഇറങ്ങേണ്ടവരാണെന്നുള്ള ചിന്തയിൽ തന്നെ നമ്മൾ വളർത്തുകയും കുട്ടികളെ തന്നെ എപ്പോഴും മുഖ്യധാരയെ കൊണ്ടുവരണം. ഇപ്പോൾ ചില വീടുകളിൽ സംഭവിക്കുന്ന കാര്യം എന്നുള്ളത്, ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളെ പിടിച്ച് റൂമിനകത്ത് അടച്ചു പൂട്ടിയിട്ടിരിക്കും. അങ്ങനെ ചെയ്യുകയേ ചെയ്യരുത്. നമ്മുടെ കുട്ടി, ഈ കുട്ടി തന്നെ വന്ന് ആൻറ്റി കയറി വാ, അങ്കിളെ കയറി വാ എന്ന് പറഞ്ഞ് പിടിച്ച് സോഫയിൽ ഇരുത്താൻ പഠിപ്പിക്കണം, ആളുകളെ വെൽക്കം ചെയ്യാൻ പഠിപ്പിക്കണം. എത്ര പേര് വന്നു? 4 പേര്. അപ്പോൾ ഈ കുട്ടി 4 പേരാണെന്നൊന്ന് ഉമ്മയിടത്തുനിന്ന് പറയാം, ഉമ്മ 4 പേരുണ്ട്, അപ്പോൾ 4 പേർക്കുള്ള ചായ ഈ മോൻ്റെ തന്നെ കൊടുത്തേക്കണം. ഇനി എങ്ങാനും കൈ വിറക്കി ഒരു കുഴപ്പമില്ല. നമ്മുടെ കുട്ടിയെ ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ മുഖ്യധാരയെ കൊണ്ടുവരണം. അതിന് നമ്മൾ ഒരു മടിയും കാണിക്കരുത്. നമ്മുടെ മലയാളികൾക്ക് ആവശ്യത്തിന് തൊലിക്കട്ടി ഉണ്ടെന്നാണ് പറയുന്നത്, ആണോ അല്ലയോ? ആ നോട്ടം കാണുമ്പോൾ അറിയാം. ആ മലയാളികൾക്ക് ആവശ്യത്തിന് തൊലിക്കട്ടി ഉണ്ടെന്നാണ്. നമ്മൾ ഈ തൊലിക്കട്ടി ഉപയോഗിക്കണം. നമ്മൾ മറ്റു പല കാര്യങ്ങൾക്കും നമ്മൾ ആവശ്യമില്ലാതെ തൊലിക്കട്ടി ഉപയോഗിക്കും. അപ്പോൾ ഇതിന് നമ്മുടെ കുട്ടിയെ മുഖ്യധാരയെ കൊണ്ടുവരാനായിട്ട് ധൈര്യമായിട്ട് തൊലിക്കട്ടി ഉപയോഗിക്കണം. നമ്മുടെ കുട്ടിക്ക് എന്തോ സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പിന്മാറരുത്. മുൻപിൽ നിൽക്കുക, എല്ലാത്തിനും കുട്ടിയെ കൊണ്ടുപോകുക. സമൂഹം അറിയട്ടെ നമ്മുടെ കുട്ടിക്ക് കഴിവുണ്ടെന്ന്, സമൂഹം അറിയണം നമ്മുടെ കുട്ടിക്ക് കഴിവുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ കഴിവുള്ള കുട്ടിയായിട്ട് നമ്മുടെ കുട്ടിയെ വളർത്തിയെടുക്കാനായിട്ട് ഇടയാകട്ടെ. എനി ക്വസ്റ്റ്യൻ, എന്തെങ്കിലും ചോദ്യം? യെസ്. അതെ അതെ. ആ ആ ആ ആ അതെ അതെ. ശരിയാ ശരിയാ. അമ്മ ചോദിച്ച ചോദ്യം ഇതാണ്. സാധാരണ 6 വയസ്സൊക്കെ ആകുമ്പോഴാണല്ലോ അടുക്കളയിലെ പെരുമാറ്റ രീതികൾ പഠിപ്പിക്കേണ്ടത്. പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നറിയുന്നത് തന്നെ ചിലപ്പം പല വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ അതുവരെ നമ്മൾ അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ള ഏർലി ഇൻ്റർവെൻഷൻ ആൻഡ് ഏർലി അറ്റംപ്റ്റ് എന്ന് പറയും. നേരത്തെ തന്നെ കണ്ടെത്തി നേരത്തെ തന്നെ പരിഹരിക്കാനുള്ളത്. കുട്ടികളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ഇന്ന പ്രായമാകുമ്പോൾ കുട്ടി കഴുത്തുറയ്ക്കണം, ഇന്ന പ്രായമാകുമ്പോൾ ഇരിക്കണം, ഇന്ന പ്രായത്തിൽ ഇഴഞ്ഞു തുടങ്ങണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊരു ഡിലേ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ തൊട്ടടുത്ത സഹായം കിട്ടുന്ന എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് കാണിക്കുന്നതാണ് നല്ലത്. അതിലൂടെ കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസം, ഹെൽപ്പ് വേണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്നുള്ളത്, ഈ നമ്മുടെ സ്പെഷ്യൽ കുട്ടികൾക്ക് എപ്പോഴാണ് അടുക്കളയിലെ പെരുമാറ്റ രീതികൾ പഠിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ സ്പെഷ്യൽ കുട്ടികൾ എന്നുള്ളത് അവരുടെ ബൗദ്ധിക നിലവാരത്തിൽ പല വ്യത്യാസങ്ങൾ കാണും. ചില കുട്ടികൾ ചില കാര്യങ്ങൾ പറഞ്ഞാൽ കേട്ട് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. ചിലർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ല, നമ്മൾ ആക്ഷനിലൂടെ കാണിച്ചു കൊടുത്താൽ. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ കുറച്ച് സമയം എടുക്കും. കുട്ടികളുടെ വളർച്ചയുടെ കാലഘട്ടം അനുസരിച്ച് മാത്രമേ അത് നമുക്ക് കൃത്യമായിട്ടൊരു പ്രായം പറയാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ കുട്ടികളുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും, ഈ കുട്ടിക്ക് ഇന്നതൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും, ഇന്നതിനൊക്കെ കഴിവുണ്ടായിരിക്കും. അപ്പോൾ ഓരോ കുട്ടിക്കും വലിയ വെയിറ്റേജ് കൊടുക്കാതെ, മറ്റ് കുട്ടികൾക്ക് കൊടുക്കുന്ന അതേ ജോലി കൊടുക്കാതെ, അദ്ദേഹത്തിൻ്റെ മാനസിക നിലവാരവും രീതിയും അനുസരിച്ച് ഒരു ചെറിയ ചെറിയ ജോലികൾ കൊടുത്ത്, പക്ഷേ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നല്ല ചോദ്യമാണ്. വേറെ എന്തെങ്കിലും? ആ അതെ അതെ. ഈ കുട്ടികളുടെയും കാര്യങ്ങൾ 18 വയസ്സ് വരെ മുന്നോട്ട് പോകുന്നത്. അതെ. ഇങ്ങനെയുള്ള കുട്ടികളുടെ വളർച്ചയും മാനസികാവസ്ഥയും എല്ലാം വളരെ ഡിലേ ആയിട്ടാണ് ഉണ്ടാകുന്നത് വരുന്നത്. അതെ. കാരണം പൂർണ്ണ വളർച്ചയുടെ ഒരു 50% അതെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് 18 വയസ്സാണോ, അതിന് കൂടുതൽ പ്രായം എടുക്കത്തില്ലേ? തീർച്ചയായിട്ടും. ഇതിനകത്തുള്ളത് ഈ ചെറുപ്രായത്തിലെ കൊടുക്കുന്ന ട്രെയിനിങ് കൂടുതൽ കുട്ടികൾ ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ്. കുഞ്ഞുപ്രായത്തിലെ പല്ല് തേക്കാനും ഡ്രസ്സ് ഇടാനും അതുപോലെ തന്നെ വാതിൽ അടയ്ക്കാനും ഫാൻ ഓഫ് ചെയ്യാൻ പറഞ്ഞ അങ്ങനെയുള്ളത് കുഞ്ഞു പ്രായത്തിലെ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് അത് പഠിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒരു 15 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ ഇത് ഓരോന്ന് പഠിപ്പിച്ച് തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ അത് 20 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഈ പറയുന്ന ബേസിക് കാര്യങ്ങൾ പോലും പഠിച്ചെടുക്കാൻ. അപ്പോൾ
സാധ്യതയുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള ആ സ്കില്ലുകൾ പഠിപ്പിച്ചെടുത്താൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഇനി അതുകൊണ്ട് ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞു, അപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ തന്നെ ഈ ക്ലാസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് പുതിയ കുറച്ച് ഐഡിയകൾ കിട്ടിക്കാണും. അയ്യോ അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ വേറെ ബാക്കപ്പ് നിരാശപ്പെടുകയൊന്നും ചെയ്യേണ്ട. ഇന്നു മുതൽ ശ്രമിച്ചാൽ പോലും അല്പം ഡിലേ ആകുമെന്നേ ഉള്ളൂ. പക്ഷേ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ പലതും പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ തന്നെ പ്രായമായതിനു ശേഷം പല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇന്ന് ഓർമ്മയിരിക്കുന്നുണ്ട്. ഇപ്പം മൊബൈൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചത് എന്താണ്? നമ്മുടെ കുട്ടികൾ ജനിച്ച് വീഴുന്നതേ മൊബൈലിലാണ്. അവർക്ക് കൃത്യമായിട്ട് മൊബൈൽ ചീത്തായാൽ നമ്മൾ ആദ്യം ആരുടെത്താണ് കൊടുക്കുന്നത്? പിള്ളേരുടെതാണ്. കാരണം അവനറിയാം ഇതെങ്ങനെ ശരിയാക്കണമെന്ന്. അവനെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അടുത്ത ആളുടെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അവൻ്റെ ആ കുട്ടിയുടെ ബ്രെയിൻ അനുസരിച്ച്, IQ അനുസരിച്ച് ഇത് പെട്ടെന്ന് പരിഹരിക്കാനുള്ള, അതിൻ്റെ ഏത് ആപ്പാണ് എന്താണെന്നുള്ളത് പരിഹരിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഈ മൊബൈലിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ വളരെ പ്രായം ചെന്നിട്ടാണ് പഠിച്ചത് എന്ന് പറയുന്നത് പോലെ നമുക്കും ഒരു പ്രായം ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പോലും ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാലും ചില സ്കില്ലുകൾ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ പിന്മാറരുത്, പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും ചോദ്യം? പൊതുവെ പറയാറുണ്ടല്ലോ ഇവർക്ക് 50 വയസ്സ് വരെ അവരുടെ അതായത് നമുക്ക് 80 വയസ്സ് ലൈഫ് സ്പാന് അത് വളരെ തെറ്റിദ്ധാരണയാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈ സാധാരണ സ്പെഷ്യൽ ചിൽഡ്രൻസ് ഒരു നിശ്ചിത വയസ്സ് വരെ ജീവിച്ചിരിക്കത്തുള്ളൂ എന്നുള്ള അത് വളരെ തെറ്റിദ്ധാരണയാണ്, അന്ധവിശ്വാസമാണ്. അങ്ങനെയില്ല. സ്റ്റീവൻ ഹോക്കിൻസൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ച അദ്ദേഹം 80 വയസ്സ് കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അത് പണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ചിന്താഗതി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയില്ല. അതുകൊണ്ട് കുട്ടികൾ സ്കിൽഡായിട്ട് വളർന്നു വന്നോളും. അതിനെക്കുറിച്ച് നമ്മൾ നിരാശപ്പെടുകയും ചെയ്യേണ്ട. ബി സ്ട്രോങ്. ഓക്കെ, നല്ല ചോദ്യമായിരുന്നു. യെസ്. വേറെ എന്തെങ്കിലും മറ്റ് ചോദ്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ഈ കുട്ടികളുടെ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ഇത്രയും ശ്രദ്ധയോടെ, ഒന്നാമത് തിരക്ക്, രണ്ടാമത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് പല ജോലികളുണ്ട്. ഒരു ദിവസത്തെ വേതനവും മാറ്റിവെച്ച്, ഒരു ദിവസത്തെ ജോലിയും മാറ്റിവെച്ച് സ്വന്തം മക്കളുടെ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ഇന്നത്തെ ദിവസം പ്രിയ മാഡം വിളിച്ചപ്പോൾ കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും വന്ന നിങ്ങളെല്ലാവരെയും ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. നിങ്ങൾ ഇതുപോലെ തന്നെ ഭാവിയിലും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും വിളിക്കുമ്പോഴൊക്കെ വരിക. ഇത് നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമാണ്. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ച സമയമാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും, യാതൊരു സംശയമില്ല. താങ്ക് യു. ഓക്കെ. ക്ലാസ്സിൽ കിട്ടിയത് നിങ്ങൾക്കുണ്ടായ അതൊന്ന് മുന്നോട്ട് കൊണ്ട് പറഞ്ഞാൽ അതിന് ശേഷം ഞാൻ ഔദ്യോഗികമായിട്ട് നന്ദി പറയും. ക്ലാസ്സെടുത്ത സാറും നേരത്തെ ഇവിടെ പ്രിൻസിപ്പലായിരുന്ന മാഡം ശശോത്തൊക്കെ നെഗറ്റീവ് റിട്ടാലിയേഷൻ എന്ന് പറയുന്നത് ശരിക്കും മാതാപിതാക്കൾ തന്നെ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാനത് മനസ്സിലാക്കിയത് എൻ്റെ ഒരു അനിയത്തിത്വത്തിനെയാണ് ഞാൻ വളർത്തുന്നത്. ഞങ്ങൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതാണ്. അപ്പം ഈ സാറ് ക്ലാസ് എടുത്തതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലായത് 6 വയസ്സ് മുതൽ ട്രെയിൻ ചെയ്യിച്ചാൽ ഈ കുട്ടികൾക്ക് മനസ്സിലാവുന്നതിന് സത്യം തന്നെയാണ്. നോർമലായിട്ടുള്ള കുട്ടി അല്ലെങ്കിൽ പോലും 6 വയസ്സ് മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് സജി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരല്ല, അവളുടെ കുട്ടിക്ക് 26 വയസ്സുണ്ട്. അത് ഞാൻ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷേ 26, 20, 15 വയസ്സിലെ കുട്ടികൾക്ക് സാറ് പറഞ്ഞത് ദിനചര്യയാണ്. രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ല, പോയില്ല. ഒരു ഉച്ച കഴിഞ്ഞിട്ട് അത് ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി അവർ വഴുതക്കാട് ഒരു സെൻ്റർ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് ഒരാഴ്ച അവിടെ കൊണ്ട് ആക്കുമ്പോൾ ഈ കുട്ടികളെ നോർമലായിട്ട് ബാത്റൂമിൽ പോകാൻ രാവിലെ ഉള്ളത് അങ്ങനെ പോലും മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല. സാറ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് വാത്സല്യം കൊടുക്കും, ബലഹീനതയുള്ളതുകൊണ്ട് മറ്റു കുഞ്ഞുങ്ങളെക്കാട്ടിലും. വേറൊരു കാര്യങ്ങളുടെ സാറിനോട് എനിക്ക് പറയാനുള്ളത്, അതായത് നമുക്ക് 2 കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടി നോർമലാണെങ്കിൽ മറ്റേ കുട്ടിക്ക് വൈകല്യം ഉണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ചില മാതാപിതാക്കൾ ഈ വൈകല്യമുള്ള കുട്ടിയായിരിക്കും. അപ്പോൾ ഈ നോർമലായ കുട്ടിക്ക് ഭയങ്കര വിരോധം ഉണ്ടാകുന്നു അതിനോട്. എന്നെ മാത്രം ഇങ്ങനെ ശ്രദ്ധിക്കുന്നില്ല,
അവന് വായി കൊടുക്കുന്നു, അവനെ കുളിപ്പിക്കുന്നു, അവൻ്റെ കാര്യങ്ങളിൽ രണ്ടുപേരും ശ്രദ്ധിക്കും. ഇവൻ നോർമൽ കുട്ടിയായതുകൊണ്ട് ഇവനെ പോകും. പക്ഷെ വലുതാകുന്നതോറും ഈ കുട്ടിയോട് ഈ സിമ്പതിയൊന്നും ആ കുഞ്ഞിനുണ്ടാവത്തില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം മാതാപിതാക്കൾ. മറ്റേ കുട്ടിക്ക് മാനസികമായിട്ട് പറഞ്ഞവരെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അവൻ്റെ അമ്മയും അപ്പനും അവനെ സ്നേഹിക്കണമെന്നും എല്ലാവർക്കും പോലെ പരിഗണന കൊടുക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാനൊരു രക്ഷകർത്താവാണ്. അപ്പോൾ ഈ ക്ലാസ് ഏറ്റവും അത്യാവശ്യം ടീച്ചർ പറഞ്ഞ പോലെ കുട്ടികൾക്കല്ല ആവശ്യം, മാതാപിതാക്കൾക്ക് ബോധവൽക്കരണം വേണ്ടത്. ഞാനൊരു ചെറിയ സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ. പക്ഷേ നമ്മളെല്ലാവരും ചെയ്യുന്നത് മാതാപിതാക്കൾക്ക് ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതാണ്. ഏറെ ഇന്റർനാഷണൽ വലിയ സംഭവമാണ്. കാരണം ചെറുതിലെ കണ്ടുപിടിച്ചാലേ കുഞ്ഞുങ്ങളുടെ ആ ചികിത്സ പോകുന്നുള്ളൂ. ഇപ്പോഴും അത് കണ്ടുപിടിക്കാത്തവരുണ്ട്. നേർച്ച നേർന്ന കുട്ടികൾ ഉണ്ടാകുമ്പോൾ അത് ദൈവം തന്നതാണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ദൈവം നമുക്ക് ബുദ്ധിയും തന്നിട്ടുണ്ട്, അതിനെ വളർത്താനുണ്ട് എന്ന് പറഞ്ഞ് കൊല്ലാനോ മരിക്കാനോ അല്ലല്ലോ. പല കുട്ടികളുടെയും രക്ഷകർത്താക്കൾ ഒന്നിച്ച് സന്തോഷമായിട്ട് ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ച് വന്ന ആദ്യത്തെ കുട്ടി ഉണ്ടാവും. ആദ്യത്തെ കുട്ടി ഉണ്ടാക്കിയ ഇങ്ങനൊരു കുട്ടിയാണെങ്കിൽ അത് ഇതൊരു മാനസിക പ്രശ്നം കൂടിയാണ്. ഈ കല്യാണം കഴിച്ച ആള് പറഞ്ഞത്, എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട്, ഈ കുട്ടിയെ നീ എവിടെയെങ്കിലും കൊണ്ടാട്ട്, നമുക്ക് എന്തുകൊണ്ട് ഒന്നിച്ച് കഴിയാം. ഇങ്ങനെ ഒരു കുട്ടിയുടെ സ്നേഹം പങ്കുവയ്ക്കാൻ അറിയത്തില്ല, മാതാപിതാക്കളെ സ്നേഹിക്കാൻ അറിയത്തില്ല, ഇവനെ നോക്കിയാൽ നമ്മുടെ ജീവിതം നശിക്കും. അതുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് ജീവിക്കാം. പക്ഷെ ആ സ്ത്രീയെ കുട്ടിയെ ഉപേക്ഷിച്ചില്ല. അമ്മമാരൊരിക്കലും കുട്ടികളെ ഉപേക്ഷിച്ചില്ല. ഇപ്പോഴൊരു പയ്യൻ 26 വയസ്സുണ്ട്. അവനിങ്ങനെ നടക്കുമ്പോൾ ഇത്ര വൈകല്യമുണ്ട്, പക്ഷെ ബുദ്ധിമാന്യം ഉണ്ട്. അവളെ ഉപേക്ഷിച്ചു അയാള്. ഇപ്പോഴും അയാൾ വേറെ കല്യാണം കഴിച്ചില്ല. പക്ഷെ ഈ പയ്യൻ എന്നാണോ ഇവിടെ നിന്ന് പോകുന്നത് അന്നേ അവരൊന്നിച്ച് താമസിക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ മനുഷ്യർക്കുണ്ട്. അതിനെല്ലാം അതിജീവിച്ചാണ് ഈ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നത് ഈ അമ്മമാർ. അപ്പൊ നമ്മളെ ബോധവൽക്കരണം വേണം. നമ്മൾ ടീച്ചർമാരോട് അതുപോലെ സ്കൂൾ നടത്തുന്നവരോട് ഒത്തിരി ബഹുമാനം കൊടുക്കണം അവർക്ക്. നമ്മൾ നോർമലായിട്ടുള്ള കുട്ടികളെ അല്ല അവർ പരിശീലിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ച് ഇതുപോലെ ബോധവൽക്കരണം നടത്തുമ്പോൾ എല്ലാവരും വരാനും മറ്റുള്ളവരെ കൊണ്ടുവരാനും നിങ്ങൾ ശ്രമിക്കണം. എല്ലാ കാര്യങ്ങളും ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരും. ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പലിനും ടീച്ചേഴ്സിനും അതുപോലെ ഇവിടെ നോക്കുന്ന എല്ലാ ആളുകളും വളരെ നന്നായി നടത്തുന്ന ഒരു സ്കൂളാണിത്. എനിക്കൊരു 4-5 വർഷം കൊണ്ട് അറിയാം. അപ്പം എല്ലാവർക്കും ടീച്ചർമാർക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് സാറിനും ഞാൻ വളരെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മോളൊരു മുതിർന്ന മോളാണ്, MRCയിലാണ്. എൻ്റെ വിചാരം ഞങ്ങളെ സാർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താണ് തുടക്കമുതലേ ചെയ്തത്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു കുട്ടിയായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. പക്ഷെ ഇന്നത്തെ ക്ലാസ് ഞാൻ അന്നേരം പറഞ്ഞു നോക്കാം ഡൗട്ടിൻ്റെ കുട്ടികൾ. അപ്പോൾ ഇതിനൊരു അവസരം കിട്ടുമെന്നായി നമുക്കൊരു പുത്തൻ ഉറവ്. ഞാൻ ഇതൊന്നും വേണ്ട, ഒരുപാടൊക്കെ ആയി, ഒരു ഇതൊക്കെ നമുക്ക് അറിയാം എന്നുള്ള രീതിയിൽ ാണ് ഞാൻ ഇരിക്കുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. രണ്ടുപേരും യോജിച്ച് ഈ കാര്യത്തിൽ യോജിച്ച് തന്നെ പരിഗണന കൊടുത്താണ് ഇന്ന് വരെ വളർന്നത്. പക്ഷേ സാറിൻ്റെ ഇന്നത്തെ ക്ലാസ് ആദ്യം ഞാൻ ഓർത്ത് നമുക്കിതൊക്കെ അറിയാവുന്നതാണ്, എന്തോ ആവാം, കൊച്ചു പിള്ളേർക്കാണെങ്കിൽ നല്ലതാണ്. പക്ഷേ എൻ്റെ ആ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് മാറ്റി മറിച്ച് വളരെ വ്യക്തമായി നമ്മൾ എന്താണ് ചെറുപ്പം മുതലേ ചെയ്യേണ്ടത്, നമ്മൾക്ക് എവിടെയാണ് പാലിച്ചുകൾ വന്നത്, ഇനിയും എനിക്ക് കഴിയുന്ന ഈ ഒരു മണിക്കൂറോട് കുറച്ച് എനർജി ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റി. പുതിയ സ്റ്റെപ്പുകൾ നമ്മൾ അറിയാതെ പോയത്, ഇനിയും അറിയാതിരിക്കുന്നത്, അതെല്ലാം ബേസിക് സാറിൽ നിന്ന് കിട്ടുകയുണ്ടായി. എല്ലാ പേരൻസിൻ്റെയും നാമത്തിൽ അദ്ദേഹത്തിന് ഹാർട്ടി കൺഗ്രാജുലേഷൻസ് ആൻഡ് താങ്ക് യു സാർ. പ്രിൻസിപ്പൽ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നേരത്തെ ഹസീന പറഞ്ഞ പോലെ സാർ പറഞ്ഞ പോലെ ഇത്രയും രക്ഷിതാക്കൾ എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കെപ്പോഴും ഈ രക്ഷിതാക്കളുടെ മീറ്റിംഗ് വിളിക്കുമ്പോൾ വലിയ ടെൻഷനാണ്. പുറത്തുനിന്ന് ആളുകളെ നമ്മൾ വിളിക്കുന്നത് ക്ലാസ് എടുക്കാൻ. അപ്പോൾ പൊതുവെ ക്ലാസ് എടുക്കുന്നവർക്ക് ഒരു നല്ല ഓഡിയൻസ് ഉണ്ടെങ്കിലാണ് അവർക്ക് കുറച്ചും കൂടെ ഇൻസ്പയർഡ് ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 10 പേര് 20 പേരൊക്കെ വന്നിരിക്കുമ്പോൾ അവർ തയ്യാറായി വന്നത് മുഴുവൻ ഒന്നും പറയാനൊക്കെ ചിലപ്പോൾ അവർക്ക് തോന്നത്തില്ല. പിന്നെ നിങ്ങളുടെ മുഖഭാവത്തിൽ നിന്നുമൊക്കെ അവർക്ക് എനർജി കിട്ടുന്നുണ്ട്. അന്നേരമാണ് അവർ കൂടുതൽ ആശയങ്ങൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ 11 മണി ആയിട്ടും ഇങ്ങനെ എണ്ണം വരാത്തപ്പോൾ പ്രിൻസിപ്പലിനും സൂപ്രണ്ട് മാഡത്തിനും ഒക്കെ വിഷമമായിരുന്നു. പിന്നെ എന്തായാലും ഇപ്പോൾ കുറച്ച് പേരെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കൊള്ളാം. അപ്പോൾ വന്ന് എല്ലാവരുടെയും അഭിപ്രായം എന്തുവാ, ഇത് നഷ്ടപ്പെട്ടെങ്കിൽ കഷ്ടമായി പോകുമായിരുന്നു തോന്നുന്നില്ലേ?
വരാത്തവർ വലിയ ഭാഗ്യക്കേടായിപ്പോയി. അതാണ് ഈ വരാത്തവർക്ക് ഒരിക്കലും ഒന്നും കിട്ടുന്നില്ല. നിങ്ങളുടെ എല്ലാ മുഖം എനിക്ക് നല്ല പരിചയമുള്ള എപ്പോഴും എല്ലാ ക്ലാസ്സുകൾക്കും വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓരോ ക്ലാസ്സിലും ഇപ്പോൾ നമ്മുടെ വിദ്യ പ്രസിഡന്റ് മറിയാമ്മ ടീച്ചർ പറഞ്ഞതുപോലെ പുതിയ പുതിയ കാര്യങ്ങളാണ് കിട്ടുന്നത്. നമ്മൾ പൊതുവേ ഞാൻ സാറ് ക്ലാസ് എടുക്കുന്നതിന് മുമ്പേ സാറിനോട് പറഞ്ഞു, സാർ നമ്മുടെ പേരൻസ് എല്ലാം കുറേ നിരാശ പിടിച്ച ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വന്നു പോയത് ഇനിയിപ്പോൾ എന്തോ പഠിക്കാനാ, എന്ത് ക്ലാസ് കേൾക്കാനാ, എന്തായാലും പോവാം, സ്കോളർഷിപ്പിന്റെ ഫോം ഉൾപ്പെടാനുണ്ടല്ലോ, അതുകൊണ്ടാണല്ലേ, സത്യം അതല്ലേ. അത് ഞങ്ങളുടെ ഒരു ടെക്നിക്കാണ്. അത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചേക്കുന്നത് നമുക്ക് പേരൻസിന് കിട്ടാൻ വേണ്ടിയാണ്. ഈ അവയർനെസ് ക്ലാസ്സിന് മാത്രം പറഞ്ഞാൽ വരുമായിരുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈ കൊടുക്കുകയും ഇത്രയും കൈ കുറവാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് നിങ്ങളുടെ വലിയൊരു ദിവസവും കളയണ്ടാലോ. മറ്റതിന് എന്തായാലും നിങ്ങൾ വരണം. അപ്പൊ ഇതും കൂടെ ചേർത്ത് ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്ന അതുകൊണ്ടാണ്. അപ്പൊ എന്തായിരുന്നാലും കരുതൽ എന്ന വിഷയത്തെ കുറിച്ച് ബെൻസിക് സാർ വളരെ മനോഹരമായി കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്, നമ്മൾ പരിചയമുള്ള കാര്യങ്ങളായില്ല. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് എൻ്റെ കുട്ടി ഇങ്ങനെ ആയിപ്പോയി, ഇനി ഇതിന് വലിയ രക്ഷയൊന്നും ഇല്ല എന്നുള്ള തോന്നൽ നിങ്ങളെ മാറിക്കാണുള്ളൂ അല്ലേ. ഏത് പ്രായക്കാരും, പ്രത്യേകിച്ച് ഇവിടെ 18 വയസ്സിൽ കൂടുതലുള്ള കുട്ടികളാണ് ഈ സ്കൂളിൽ അധികം. അപ്പോൾ 46 വയസ്സും 51 വയസ്സും ഒക്കെയുള്ള കുട്ടികൾക്ക് ഇനിയും പരിശീലനത്തിന് സാധ്യതയുണ്ട്. അതാണ് ഒരു വലിയ തിരിച്ചറിവ്. ഇതൊരു അവബോധം സ്ഥാപിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇവിടെ നിന്ന് വന്ന് സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മിക്ക കുട്ടികളും TV-യുടെ റിമോട്ട് എടുത്ത് ആ സോഫയിൽ അലസമായി കിടന്ന് മുഴുവൻ നേരവും TV-യിലെ പ്രോഗ്രാം മാറ്റി മാറ്റി ചാനൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഉള്ളത്. അതല്ല വേണ്ടത്, അവരെ ചിട്ടയായി പരിശീലിപ്പിക്കേണ്ടതുണ്ട്. കോവിഡ് കാലത്ത് നമ്മൾ അറിഞ്ഞതാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അവർക്ക് ഓരോ ദിവസവും ഓരോ കാര്യത്തിലും പരിശീലനം ലഭിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അത് ആവർത്തിച്ച് ചെയ്യാൻ അവർക്ക് പറ്റും. എന്ത് കാര്യം പഠിപ്പിച്ചാലും അവരത് ആവർത്തിച്ച് ചെയ്യും. നമുക്കാണ് മടുപ്പ്, ചേഞ്ച് വേണമെന്ന് തോന്നുന്നത് സാധാരണക്കാരെന്ന് വിചാരിക്കുന്ന ആളുകൾക്കാണ്. ഇവര് വൈകല്യമല്ല, സവിശേഷതയുള്ള ചലഞ്ചിങ് ആയ കുട്ടികളാണ്. അപ്പോൾ അവരൊരു കാര്യം പഠിപ്പിച്ചു കൊടുത്താൽ അത് ആവർത്തിക്കാൻ അവർക്ക് ഒരു മടിയുമില്ല. അതൊരു വലിയ മെച്ചമായിട്ട് നമ്മൾ കാണണം. ഒരിക്കലും നമ്മുടെ കുട്ടികളെ മാറ്റി നിർത്താതെ സാറ് പറഞ്ഞതുപോലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത് പഠിത്തത്തിലല്ല, അവരുടെ ജീവിത നിലവാരം, ആ ജീവിക്കാനുള്ള ഓരോ വ്യക്തികൾക്കുമുള്ള സ്പേസ്, അതിലവരെ മുഖ്യധാരയിൽ വരാൻ ഓരോ രക്ഷിതാവും, അച്ഛനും അമ്മയും മറ്റ് സഹോദരങ്ങളും കൂട്ടുകുടുംബമാണെങ്കിൽ ബാക്കിയുള്ളവരുടെ എല്ലാ സപ്പോർട്ട് ആവശ്യമാണ്. അവരെ നമ്മൾ കരുതുക എന്ന് പറഞ്ഞാൽ വെറുതെ കരുതലല്ല, എല്ലാ അർത്ഥത്തിലും കരുതണം. സാധാരണക്കാരെന്ന് പറയുന്ന കുട്ടികൾക്ക് ചിലവാക്കുന്നതിനേക്കാൾ കൂടുതലായി എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കണം, പരിഗണിക്കണം. അവരെ ഇവരിൽ നിന്ന് തിരിച്ച് നിങ്ങളെ സംരക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള ധാരണയൊന്നും വേണ്ട. അവരായിരിക്കും ഒരുപക്ഷെ സംരക്ഷിക്കാൻ അടുത്തുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആശയം നിങ്ങളുടെ എല്ലാം മനസ്സിൽ എത്തിക്കാണമെന്ന് ഞാൻ വിചാരിക്കുന്നു. സാറ് ഈ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളതിൽ പോലും, കാരണം നിങ്ങൾ വരാൻ വൈകിയതുകൊണ്ടാണ്. സാറ് 10 മണി കഴിഞ്ഞപ്പോഴേ ഇവിടെ എത്തി. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സന്തോഷവും പ്രതീക്ഷയും തരാൻ സാധിച്ചു.